ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ സമാധാനം ആദ്യമേ നേരുന്നു. വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഈശോയെ ഉള്ളിൽ വഹിച്ചിരിക്കുന്ന നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണടയ്ക്കാം. നമ്മുടെ ഉള്ളുകളിലെ ഈശോയെ ഒന്ന് ആസ്വദിക്കാം, സ്വീകരിക്കാം, ഒരു നന്ദി പറയാം. ഇതിനെന്നെ അനുവദിക്കുന്നതിനെ ഓർത്ത് ദൈവത്തിന് മഹത്വമേകാം. ഒന്ന് കണ്ണടച്ച് നമ്മുടെ ഉള്ളുകളിൽ വസിക്കുന്ന ദൈവത്തിന്, നമ്മുടെ മുൻപിലായിരിക്കുന്ന ദൈവത്തിന് നമുക്കൊന്ന് നന്ദി പറയാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, കുറച്ച് സമയം ഈശോയുടെ സമാധാനം എന്തിന് എന്നൊന്ന് ചിന്തിക്കുകയാണ് ഈ വെള്ളിയാഴ്ചയുടെ സായം സന്ധ്യയിലെ ഈ ദേവാലയത്തിലായിരുന്നുകൊണ്ട്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവ കൃപ ലഭിച്ചവർക്ക് സമാധാനം. ആട്ടിടയന്മാർക്ക് ലഭിച്ച ആരുടെ സന്ദേശമാണ്? മാലാഖയുടെ സന്ദേശം. ഇനി ഞങ്ങളെ പോലെയുള്ളവരോട് പറയുന്ന ദൈവവചനമുണ്ട്. നിങ്ങൾ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആദ്യമേ എന്താശംസിക്കണം? ഈശോയുടെ സമാധാനം ആശംസിക്കണം. അത് ആ ഭവനത്തിൽ ഉണ്ടെങ്കിൽ അതവർക്ക് ലഭിച്ചുകൊള്ളും. ഇല്ലെങ്കിൽ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിയിട്ട് നിങ്ങൾ അവിടെ നിന്ന് പോയിക്കൊള്ളുക. ഈശോ മരിച്ചതിന് ശേഷം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, നിങ്ങൾക്ക് സമാധാനം. ഇങ്ങനെ സമാധാനത്തിൻ്റെ സുവിശേഷമായിട്ടാണ് ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത്, നമ്മുടെ ഇടയിലേക്ക് വന്നത്, ശിഷ്യരുടെ ഇടയിലായിരുന്നത്. ഇന്ന് നമ്മളോടും സംസാരിക്കുന്നത് സമാധാനത്തിൻ്റെ ഭാഷയാണ്. സ്നേഹമുള്ളവരെ, ഈശോയുടെ സമാധാനം നമ്മിലുണ്ടോ? കുടുംബത്തിലുണ്ടോ? ചുറ്റുവട്ടത്തുള്ളവരിലുണ്ടോ? നമ്മൾ ഈശോയുടെ സമാധാനത്തിൻ്റെ വാഹകരാണോ? എൻ്റെ ഈ ഒരു ധ്യാനത്തിൻ്റെ ചിന്ത ഇത്രയേ ഉള്ളൂ. സമാധാനം നൽകുന്ന ഈശോയുടെ സമാധാന വാഹകരാണ് ഞാനും നിങ്ങളുമൊക്കെ. ഈ സമാധാനം പങ്കുവയ്ക്കുവാനും സമാധാനം നമ്മുടെ ഉള്ളുകളിൽ നിറയുവാനും സമാധാനം നമ്മൾക്ക് സ്വീകരിക്കുവാനും കൊടുക്കുവാനുമുള്ള വലിയൊരു പങ്കാളിത്തം ഉണ്ട്. ഇത് നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഇതിലെന്താണ് നമ്മുടെ പ്രധാന റോള്? തൊട്ടടുത്തിരിക്കുന്നവർക്കൊന്ന് സമാധാനം ആശംസിക്കാവോ? ആശംസിച്ചു. ഈ സമാധാനം എന്തിനാണ് ആശംസിച്ചത്? ഒന്ന് തൊട്ടടുത്തിരിക്കുന്നവരോട് പറയാവോ? നമ്മൾ ഒരിക്കലും കേൾവിക്കാരല്ല, ഈശോയുടെ സമാധാനത്തിൽ പങ്കുപറ്റുന്നവരാ. നമ്മൾ സമാധാനം കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇതല്ലേ സമാധാനം? ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. സമാധാനം എന്ന് പറഞ്ഞ സംഗതി എന്താണ്? ഈശോ തന്നെയാണ്. അതെവിടെയാണ്? ഓരോ വ്യക്തിയിലും ഉണ്ട്. ഈശോ രണ്ട് കാര്യമാണ് നമ്മളോട് പറഞ്ഞേ. ഒന്ന്, സ്നേഹിക്കാൻ. അങ്ങനെ പറഞ്ഞിട്ടില്ലേ? ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന് പറഞ്ഞപ്പോൾ സ്നേഹത്തിൻ്റെ സുവിശേഷം, നീ നിന്നെ പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. സ്നേഹം എന്നത് രണ്ട് പ്രമാണത്തിൽ ഒതുങ്ങിയിരിക്കുന്നു. സ്നേഹിക്കുന്നവൻ സമാധാനത്തിൻ്റെ പാതയിലാണ്. സ്നേഹമുള്ളവരെ, നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? കൂടെയുള്ള തന്നവരെ സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹത്തിൻ്റെ സുവിശേഷം പറയുന്ന കൊറിന്തോസുകാർക്കുള്ള ലേഖനം, 1-ാം ലേഖനം 13-ാം അധ്യായം എന്താ പറയുന്നത്? സ്നേഹം സർവോത്കൃഷ്ടം. അതിലെന്താ പറയുന്നത്? സ്നേഹം സർവോത്കൃഷ്ടം. ഈ ദേവാലയത്തിൽ നിന്ന് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ദേവാലയം ഇത് തന്നെ ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ ഇത് പുതുക്കി പണിതിട്ടുണ്ട്. ദേവാലയങ്ങളിലായിരുന്ന ദൈവത്തിൻ്റെ മുൻപിലായിരുന്നു കൊണ്ട് ഞങ്ങൾ പരസ്പരം സ്നേഹത്തിൽ ജീവിച്ചു കൊള്ളാം എന്ന് വാഗ്ദാനമെടുത്തവരെ 13-ാം ലേഖനം 1 കൊറിന്തോസ് എന്താ പറയുന്നത്? തുടർന്നു.
ഇതിനുശേഷം തുടർന്ന് പറയണോ, സ്നേഹം കലഹിക്കുന്നില്ല, വിദ്വേഷം വെച്ച് പുലർത്തുന്നില്ല, അനീതിയിൽ സന്തോഷിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നു. സ്നേഹിക്കുന്നവൻ ദൈവത്തിൻ്റെ സമാധാനത്തിൻ്റെ പാതയിലാണ്. സ്നേഹമുള്ളവരെ, ഈ ഒരു ദൈവത്തിൻ്റെ സ്നേഹം എന്ത്, സമാധാനം എന്ത് എന്ന് പറയുമ്പോൾ ഈശോ മനോഹരമായൊരു ഉപമ ലൂക്കായുടെ സുവിശേഷത്തിലെ 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഒന്ന് വായിക്കാവോ സിസ്റ്ററെ? നല്ലൊരു സമരായൻ്റെ ഉപമ. ആരാണ് യഥാർത്ഥത്തിൽ എൻ്റെ അയൽക്കാരൻ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുക്കുകയാണ് ഈശോ. എന്നാൽ അവൻ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? യേശു പറഞ്ഞു, ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു. അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർദ്ധപ്രാണനാക്കിയിട്ട് പോയി കളഞ്ഞു. ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു. അവനെ കണ്ട് മറുവശത്തുകൂടെ കടന്നുപോയി. അതുപോലെ ഒരു ലേവായനും അവിടെ വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും കടന്നുപോയി. എന്നാൽ ഒരു സമരിയാക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു നിന്നു. അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞുമൊഴിച്ച്. നിർത്തിക്കോളൂ. പുരോഹിതൻ കടന്നുപോയി, ലേവായൻ കടന്നുപോയി. ആ വഴിക്ക് ഒരു സമരിയാക്കാരൻ വന്നു, അയാൾ അവിടെ നിന്നു എന്നാണ് പറയുന്നത്. ഈ കടന്നുപോയവരെല്ലാം വെറുതെ പോയവരാണോ? സ്നേഹമുള്ളവരാണോ? അല്ല. എന്തോ ചെയ്യാൻ വേണ്ടി ഉത്തരവാദിത്വ പൂർത്തീകരണത്തിന് പോകുന്ന വഴിക്ക് ഇവിടെ കുടുങ്ങിപ്പോയാൽ ഞങ്ങൾക്ക് സമയം തികയുകയില്ല എന്നും കണ്ട്, കാരണം ലേവായനായാലും പുരോഹിതനായാലും അവരുടെ ജോലികൾക്ക് വേണ്ടി പോകുന്ന പോക്കിനിടയിലോ ഉത്തരവാദിത്വത്തിന് വേണ്ടി പോകുന്ന പുരോഹിതൻ്റെയൊക്കെ ജോലി നമുക്കറിയാം, ടൈമിംഗ് ആണ്. ഇപ്പം ഞങ്ങൾ ഇവിടെ 7 മണിക്ക് ഇത് വന്നിട്ടില്ലെങ്കിൽ നിങ്ങളൊക്കെ വെയിറ്റിംഗാണ്. അപ്പം എന്നെ പ്രതി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ജനമുണ്ട് എന്ന് കണ്ടു പോയ പുരോഹിതനും ലേവായനും കടന്നു പോയി. സമരിയാക്കാരൻ യാത്രാമധ്യേ വന്ന് നിന്നു. പിന്നെന്താ പറഞ്ഞേ? ഈ കിടക്കുന്ന ആളെ കണ്ടു. കാണുക എന്നുള്ളതാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമായിട്ട് ഈ ഒരു ഉപമ നമ്മളോട് പറയുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിയാം. നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിയാം. കാണലും നോക്കലും തമ്മിൽ വ്യത്യാസമുണ്ട്. കാണുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒട്ടനവധി കാഴ്ചകൾ സ്ഥിരവും ദിനവും കാണുന്നവരാണ് നമ്മളൊക്കെ. ചിലതിൽ നമ്മുടെ കണ്ണ് ഉടക്കും, ഇല്ലേ? ചിലയിടത്ത് ഉടക്കും, ചിലർ നല്ല ഫുഡിൻ്റെ മുന്നിൽ ഉടക്കും, മണം കേൾക്കുമ്പോൾ അങ്ങനെ വരില്ലേ? നമ്മളപ്പോൾ ഒന്നും കൂടി അതിനെക്കുറിച്ച് ഒന്നും കൂടി ഒന്ന് ചിന്തിക്കും, കൂലങ്കഷമായിട്ട് അതിലേക്ക് ഒന്ന് നോക്കും. കടന്നുപോയ ലേവായനും പുരോഹിതനും കാണാഞ്ഞിട്ടല്ലായിരുന്നു, കണ്ടു. പക്ഷെ നിന്ന് നോക്കിയത് ആര്? സമരിയാക്കാരൻ. ഈ നിൽപ്പ്, ഇന്ന് നിങ്ങൾ ദേവാലയത്തിൽ നിൽക്കുകയാണ് ഒരു 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ സമയത്തിന് എല്ലാവർക്കും വിലയുണ്ട്. നിൽക്കുന്നു, നമ്മളെ നോക്കുന്നു, നമ്മുടെ കുടുംബത്തെ നോക്കുന്നു, നമ്മെ ഏൽപ്പിച്ചു തന്നവരെ നോക്കുമ്പോൾ പല കാര്യങ്ങളും പല രീതിയിലാണ് പലരുടെ കണ്ണുകളിലും അടക്കുക. കാരണം മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ, സമാധാനം നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് സുവിശേഷം പറയുക. അപ്പം അതുകൊണ്ട് നോക്കുന്നത് അനുതാപപൂർണമാണെങ്കിൽ മാനസാന്തരം ഉറപ്പ്. സ്നേഹമുള്ളവരെ, സമാധാനത്തിൻ്റെ ഫലം നൽകുമ്പോൾ ഈശോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സക്രിയായുടെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഞാൻ നിങ്ങൾക്ക് സമാധാനം തീർച്ചയായിട്ടും നൽകും. മുന്തിരി അതിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കും, ഭൂമി വിളവ് നൽകും. ഇനി പറയുന്നു, ആകാശം മഞ്ഞ് പെയ്യിപ്പിക്കും. ഇവിടെ ആയിരിക്കുന്നവർ ഇവിടെ ആയിരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ. എന്താണ് അതിൻ്റെ അർത്ഥം? ദൈവത്തിൽ നോക്കേണ്ട സമയം, നമ്മിലേക്ക് നോക്കേണ്ട സമയം, മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കേണ്ട സമയം,
കാണേണ്ടതിനെ കാണേണ്ട, നോക്കേണ്ടതിനെ നോക്കേണ്ട സമയം. അത് ഇന്ന്, ഇപ്പോ എന്ന് ഞാൻ വേണമെങ്കിൽ പറയും. വൈകിയിട്ടില്ല. അവസാന നിമിഷത്തിലെ കള്ളന് പോലും ദൈവം സ്വർഗരാജ്യം വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയം ഇന്നലെയോ നാളെയോ അല്ല, ഇന്ന് എന്ന് നമുക്ക് ഉറപ്പിക്കാം. കണ്ടു, നിന്നു. ഇനി എന്താണ് ആ സമരിയക്കാരൻ ചെയ്തത്? സ്നേഹമുള്ളവരെ, നമ്മൾ നോക്കുമ്പോൾ പല സാധനങ്ങളും നമ്മൾ നമ്മിൽ കാണില്ലേ? നമ്മുടെ കുടുംബത്തിലേക്കൊന്ന് നോക്കിയേ നോക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മകനെ കേട്ടു. ആ മകനെ കേട്ടപ്പോൾ ആ മകൻ പറഞ്ഞത് ഇങ്ങനെ: എൻ്റെ അപ്പൻ നന്നായി കുടിക്കും. എൻ്റെ അപ്പനോട് എനിക്ക് ദേഷ്യമാണ്. സത്യത്തിൽ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. എൻ്റെ അമ്മയുടെ ഉത്തരവാദിത്വ ബോധമില്ലാത്ത ഒരപ്പൻ. വരണു പോണ എൻ്റെ അമ്മയുടെ അധ്വാനം കൊണ്ട് എൻ്റെ വീട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊരൊറ്റ ഉദ്ദേശമുള്ളൂ, എൻ്റെ വീട് എങ്ങനെയെങ്കിലും ഒന്ന് കയറ്റി കൊണ്ടുവരണം. ഒരു വാടക വീടാണ്. പഠിച്ചു കഴിഞ്ഞാൽ അവനിപ്പോൾ 10ാം ക്ലാസ്സിലേക്കാണ്. പഠിച്ചു കഴിഞ്ഞാൽ അധികം വൈകാതെ പുറത്തേക്കൊന്ന് പോകണം. നമ്മുടെ മക്കളുടെ നമ്മുടെ കാണലുകളൊക്കെ അങ്ങനെ കാണുന്ന കുട്ടികൾ കാണുന്നതിലേക്ക് കണ്ണുടക്കുന്നു. പുറത്തേക്കൊന്ന് പോകണം, സെറ്റിലാകണം, തിരിച്ചു വരണം. എന്നിട്ട് എൻ്റെ അമ്മയെ പൊന്നുപോലെ സുരക്ഷിതമായൊരു ഭവനത്തിൽ നോക്കണം. ഈ സമയത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പൻ കുടിച്ചൊക്കെ കയറി വരുന്നത്. ഇവനും അപ്പനും തമ്മിൽ നല്ല വഴക്ക് നടക്കുന്നു. അപ്പനോട് മകൻ ചോദിക്കുകയാണ്: എന്തിനാണ് ഇങ്ങനെ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ച് ജീവിക്കുന്നേ? കേൾക്കുന്നു. വളരെ കുടിയുടെ മൂർധന്യത്തിലൊക്കെ ആയിരിക്കുന്ന അപ്പൻ അത് അത്രയും കൂടെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. എന്നാൽ ഞാൻ പോയിട്ട് ചത്ത് കളഞ്ഞേക്കാം എന്നും പറഞ്ഞ് അപ്പൻ പോകുന്ന. മോൻ അത് വിലയ്ക്ക് വെക്കുന്നില്ല, കാരണം അപ്പൻ്റെ വാക്കുകൾ അങ്ങനെ പോകുന്ന വാക്കാണ്. പക്ഷെ അപ്പൻ നേരെ റൂമിലേക്ക് പോകുന്നു. സുബോധമില്ലാത്ത അവസ്ഥയിൽ അകത്ത് കയറുന്നു. ജനലകൾ തുറന്നു കിടക്കുന്നു. ഒന്നും അടയ്ക്കാതെ തന്നെ വാതിൽ മാത്രം ചാരിയിട്ട് അപ്പൻ അകത്ത് കയറുന്നു. മേശേമ കയറി നിൽക്കുന്നു. കിട്ടിയ സാരി തുമ്പിൽ തൂങ്ങുന്നു. അതുവരെയും മകൻ നോക്കി നിൽക്കുന്നുണ്ട്. കാരണം അപ്പൻ പറയുന്നത് വലിയ ഗൗരവമൊന്നും ഉണ്ടാകാറില്ല എന്ന തിരിച്ചറിവില് മകൻ സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കുന്നു. ഇതെല്ലാം നോക്കുകയും കാണുകയും ചെയ്യുന്ന മകൻ്റെ ഉള്ളിൽ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നതിലെ പ്രത്യേക കണ്ണുടക്കുന്ന വിഷയങ്ങളൊന്നും അന്ന് ഉണ്ടായില്ല. തൂങ്ങി അപ്പൻ, നമ്മൾ നിങ്ങൾക്കറിയാം, തൂങ്ങിക്കഴിഞ്ഞാൽ ഈ മേശയൊന്ന് അവിടെ നിന്ന് നീങ്ങിയാലാണ് തൂക്ക് ശരിക്കും പൂർണ്ണമാവുള്ളൂ. അങ്ങനെയല്ല പച്ചന്മാരെ, തൂക്ക് ശരിക്കും പൂർണ്ണമാവണമെങ്കിൽ ആ മേശ അവിടെ നിന്നൊന്ന് നീങ്ങണം, എന്നാലാണ് തൂങ്ങി സ്വസ്ഥമായിട്ട് അവിടെ കിടക്കാൻ പറ്റുള്ളൂ. അപ്പൻ ചവിട്ടിയപ്പോഴും ഈ മേശ അങ്ങോട്ട് മുന്നോട്ട് പോയില്ല, കനമുള്ള മേശയാണ്. അപ്പം അതുകൊണ്ട് അവിടെ തന്നെ നിന്നു. പക്ഷെ തൂങ്ങൽ പ്രക്രിയ നടന്നു. ഈ മകൻ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനത്തിലേക്ക് സൂക്ഷ്മമായി നോക്കിയപ്പോൾ പിടയാൻ ശ്രമിക്കുന്ന അപ്പനെ കണ്ട് മകൻ അധികം ഉറപ്പിലൊന്നുമല്ല വാതിലടച്ചിരിക്കുന്നത്. തുറന്നതിന് ശേഷം സ്വതസിദ്ധമായ, സമരിയക്കാരൻ പറയുന്നുണ്ട്, അവനെ വെച്ച് കെട്ടുന്ന ഒരു സമരിയക്കാരനെ നിങ്ങൾക്ക് കാണാം. കണ്ടതിന് ശേഷം എന്തെന്ന് ചെയ്യാൻ അറിയാത്ത അവസ്ഥയിലും മനുഷ്യൻ ചിലതെല്ലാം എടുത്ത് ചാടി ചെയ്യുന്ന മനുഷ്യരെ നമ്മൾ കാണാം. ഈ മകനും 10ാം ക്ലാസ്, വെറും 10-14 വയസ്സേ ഇവനുള്ളൂ. ഓടിച്ചാടി ആ മുറിയിൽ കയറിയിട്ട് തൂങ്ങിക്കിടക്കുന്ന അപ്പനെ കാലോടുകൂടി പൊക്കി പിടിച്ച സമയത്ത് ഇവനെ കാണണം നിങ്ങൾ. ഒരു ചെറിയൊരു എലുമ്പ് വർക്ക് ചെയ്യാൻ പയ്യനാണ് ഇവൻ. അപ്പനെ ഞാൻ കണ്ടായിരുന്നു. അപ്പൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇത്തിരി വണ്ണമൊക്കെ ഉണ്ട്. തൂങ്ങി പിടിച്ചിട്ട് അവൻ ആളുകളെ വിളിച്ചു കൂട്ടുവാണ്. അപ്പനെ രക്ഷിക്കാനായിട്ട് വരണേ. കേൾക്കാൻ അധികം ആളുകളൊന്നും ചുറ്റുവട്ടത്തുണ്ടായിരുന്നില്ല. ഇവൻ്റെ ആരോഗ്യം മുഴുവൻ എടുത്ത് വിളിക്കുന്നു. ശക്തി ക്ഷയിക്കുന്നു. പിടയുന്ന അപ്പൻ ഒരുവിധം കഴിഞ്ഞപ്പോൾ ഭാരം ഇറങ്ങിത്തുടങ്ങി. ഇവനും കൈക്ക് പറ്റാണ്ടായി തുടങ്ങി. മേശ തടസ്സമാണ്, കാരണം ഇങ്ങനെ നിന്നിട്ടാണ് പിടിക്കുന്നത്. ഇവൻ്റെ കൈ വിട്ടു പോകുമോ എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവൻ കണ്ണിൽ നിന്ന് വെള്ളം ഉരുണ്ടിറങ്ങാൻ തുടങ്ങി. ഇവൻ കാണുന്നത് എൻ്റെ കയ്യിൽ കിടന്ന് ജീവൻ പിടയേണ്ടി വരുമോ എന്ന് പറയുന്ന ഒരു അപ്പൻ്റെ ഭാവം ഇവന് വന്ന്. ഓളി ബഹളമൊക്കെ കേട്ടപ്പോൾ പുറത്ത് പറമ്പിൽ പണിതുകൊണ്ടിരിക്കുന്ന അമ്മ ഇവനെന്തെങ്കിലും പറ്റിയോ എന്ന് വിചാരിച്ച് വീട്ടിലേക്ക് കയറി വരുന്നു. അമ്മ വരുമ്പോൾ അമ്മോട് ഇവൻ പറയണം, അമ്മ ഇതൊന്ന് താങ്ങ്. ഇവൻ താങ്ങുന്നു, അമ്മ താങ്ങുന്നു. ഇവൻ വിടുന്നു, ഓടിച്ചാടി കയറുന്നു, മുറിക്കുന്നു. അപ്പനും മോനും ഒരേ സ്റ്റേജിൽ താഴേക്ക് വീഴുന്നു. ഈ 2 പേർക്കും സുബോധം നഷ്ടപ്പെടുന്നു.
അപ്പൻ്റെ സുബോധം നഷ്ടപ്പെട്ടത് എന്താണെന്ന് നമുക്കറിയാം, കടന്ന പിടച്ചെല്ലാണ്. മകൻ്റെ സുബോധം നഷ്ടപ്പെടുത്തുന്നത് ഓൾറെഡി വീക്കായ മനസ്സും വീക്കായ ശരീരവും കുറച്ചു നേരം പിടിച്ചു നിന്ന് കഴിയുമ്പോൾ താഴേക്ക് വീണ് പിന്നെ അവൻ കണ്ണ് തുറക്കുമ്പോൾ, ഞാൻ അവനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഞാൻ ആദ്യം കേട്ട പരാതിയായിരിക്കുമോ ഞാൻ കേൾക്കാനായിട്ടിരുന്നത്. അല്ല, അവൻ തിരിച്ചറിവിൻ്റെ കഥ പറഞ്ഞൊരു 14-കാരനെയാണ് ഞാൻ കാണുക. ഞാൻ ഇത്രയും നാൾ വിചാരിച്ചത് എനിക്ക് എൻ്റെ അപ്പനോട് സ്നേഹമില്ലെന്നാണ് സിസ്റ്ററെ. പക്ഷെ മരണക്കിടക്കയിൽ കിടന്ന് പിടയുമ്പോൾ എൻ്റെ അപ്പന് വേണ്ടി കണ്ണുനീരോടുകൂടി ആർത്ത് വിളിച്ച് സൗണ്ട് പോയൊരു മകൻ. ഇന്ന് എനിക്ക് കോൺസെൻട്രേഷൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മരണത്തിൽ നിന്ന് എൻ്റെ അപ്പനെ രക്ഷിച്ചതിൻ്റെ ആനന്ദം എനിക്കുണ്ട്. പക്ഷേ എനിക്കൊരു തിരിച്ചറിവ് ലഭിച്ചു, എന്ത് തന്നെയായാലും അപ്പൻ അപ്പനാ. എനിക്ക് അപ്പനോട് സ്നേഹം എൻ്റെ ഉള്ളിൽ എവിടെയോ ഉണ്ട് എന്ന് ഞാൻ ആഴത്തിൽ അനുഭവിച്ച വേദനയുടെ അഗാധമായ നിമിഷങ്ങൾ ഞാൻ കാണുന്നു എന്നാണ് ഈ 14-കാരൻ എന്നെ പഠിപ്പിച്ച ഒരു രഹസ്യം. സ്നേഹമുള്ളവരെ, രക്തബന്ധത്തിന് ആഴക്കടലിൻ്റെ വിലയുണ്ട്, ബന്ധമുണ്ട്, സ്നേഹമുണ്ട്. പ്രശ്നങ്ങളും സമാധാനക്കേടൊക്കെ വീട്ടിലുണ്ടാകുക സ്വാഭാവികമാണെങ്കിലും ചിലതെല്ലാം നിന്നും കണ്ടും നോക്കിയും പഠിച്ചും കഴിയുമ്പോൾ തിരുത്താനും മനസ്സിലാക്കുവാനും ഒക്കെ കുടുംബത്തിൽ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഈ ഒരു കൊച്ചു മകൻ. സ്നേഹമുള്ളവരെ, ഈ സമരിയാക്കാരൻ ചെയ്ത മറ്റൊരു കാര്യമുണ്ട്. എന്താ ചെയ്തേ? ആ മകനെ അങ്ങോട്ട് വാരിപ്പുണർന്ന് മനസ്സലിഞ്ഞ്, അങ്ങനെ ഒരു ടേം അതിൽ പറയുന്നുണ്ട്, മനസ്സ് അലിഞ്ഞ്. എന്താണ് മനസ്സലിവ്? എന്താണ് മനസ്സലിവ്? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പെങ്കൊച്ചിന് ഡിവോഴ്സ് നോട്ടീസിന് വേണ്ടി വന്നപ്പോഴേ അവൾ എന്നോട് പറഞ്ഞു, എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ എച്ചില് കോരുകല പണിയെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വിചാരിക്കണം എച്ചില് കോരുക എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലൊരു ധാരണ വന്നത് നമ്മൾ ചാണം കോരാൻ പോണു, അങ്ങനെ കണ്ടിട്ടില്ലേ, വേസ്റ്റ് കോരാൻ പോണു, ഇതൊക്കെയാണ് പിക്ചർ എൻ്റെ തലയിൽ. നമ്മൾ എച്ചില് കോരാന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ തലയിൽ വന്നേ. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് പണിയാണ് അവിടെ ഉള്ളത്? ഇല്ല സിസ്റ്ററെ, നമുക്ക് ആ വീട്ടിൽ എച്ചില് കോരണ പണിയാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് എച്ചിലാണ് നീ കോരണത്? എന്താണ് എച്ചില്? അവൾ പറഞ്ഞ, എച്ചിൽ എന്നെ അതിശയിപ്പിച്ചൊരു സംഗതിയാണ്. എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും പാത്രം കഴുകാനായിട്ട് എന്നെ നിർബന്ധിക്കുന്നു. അപ്പം ആരാണ് എച്ചിലുകാർ? ആരാ എച്ചില്? ഞാൻ ചോദിച്ചേ, ഇത് എച്ചിലാണോ? വീട്ടിലെ അപ്പൻ്റെയും അമ്മയുടെയും പാത്രം കഴുകുന്നു. സിസ്റ്റർ, എൻ്റെ കെട്ടിയോൻ്റെ പാത്രം അത് ഞാൻ കഴുകണമല്ലോ, പക്ഷെ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും പാത്രം കഴുകാനായിട്ട് എന്നെ നിർബന്ധിക്കുന്നു. അവരുടെ അപ്പന് ക്യാൻസറാണ്, അമ്മ നടുവൊടിഞ്ഞൊരു പേഷ്യൻ്റാണ്. ഇവരുടെ ഈ പറയണ വസ്ത്രം കഴുകുന്നതെല്ലാം ഇങ്ങനത്തെ പണികൾ എടുക്കുന്നതിന് എച്ചിലെന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ അന്വേഷിച്ചത് ഈ മനസ്സലിവിൻ്റെ ചരിത്രം എഴുതി പഠിപ്പിക്കാത്ത മാതാപിതാക്കൾ ആര്? ഞാൻ വീട്ടിലേക്ക് തിരിഞ്ഞപ്പോൾ കൊച്ചിൻ്റെ അമ്മ പറഞ്ഞത് ഇപ്രകാരമാണ്, എൻ്റെ സിസ്റ്റർ, ഞങ്ങളുടെ വീട്ടിലൊക്കെ അപ്പന ഞങ്ങൾ തന്നെ ചെയ്യുന്നൊരു ശൈലിയാണ് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ളത്. അവനവൻ കഴിച്ച പാത്രം. ഹലോ, ഇവിടെ ഇല്ലേ നിങ്ങൾ? ഇതിനെ പറയുന്നതാണ് അപ്പന. നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാൽ മതി എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിൻ്റെ നമ്മൾ പറയുന്നത് രൂപം കൊള്ളുമ്പോൾ ഇവിടെ മനസ്സലിവെന്ന് പറയുന്നതിന് ഇന്ന് എന്ത് പ്രസക്തിയാണ് ഉള്ളത്? വീട്ടിൽ നിങ്ങൾ നന്നായിട്ട് വഴക്കടിച്ചോ, നിങ്ങളുടെ വീഡിയോ വൈറലായി കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് സെലിബ്രിറ്റി പട്ടം കിട്ടും. എന്തിനാണെന്നറിയോ? ഏറ്റവും കൂടുതൽ പോസ്റ്റിങ്ങും നല്ല ലൈക്സും അങ്ങനെ തന്നെയല്ലേ സബ്സ്ക്രൈബ് അടിച്ചതിന്. അതുകൊണ്ട് നിങ്ങളെ വീട്ടിൽ വഴക്കുണ്ടാക്കണത് ഇടയ്ക്ക് നല്ലതെന്ന് പറയുന്ന ഒരു തലമുറയെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കാണുകയുണ്ടായി. സ്നേഹമുള്ളവരെ, എന്താണ് നന്മ, എന്താണ് മനസ്സലിവ്, എന്താണ് ആശ്രയത്വം എന്ന് പറയുന്ന ഒരു രീതി നമ്മുടെ കുടുംബങ്ങളിൽ വരേണ്ടതാണ്. ഇത് നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മുടെ ഈ ഒരു പറയുന്ന സമരിയക്കാരൻ. കാരണം മനസ്സലിവ് തോന്നിയത് കൊണ്ടാണ്. അയാൾക്കും തിരക്കുള്ളവരാ, നമ്മളൊക്കെ ഇന്ന് സമയം പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നവരാ. ഈ തിരക്കിനിടയിൽ സമയത്തിൽ അവിടെ നിന്ന് കെട്ടിപ്പിടിച്ച് മനസ്സലിഞ്ഞ് അവനെ നെഞ്ചോട് ചേർത്ത് വെച്ച് എണ്ണയും വീഞ്ഞും ഒഴുക്കി, അതാണ് ശുദ്ധീകരിക്കാനായിട്ട് നമ്മൾ ഒഴുക്കുന്ന സാധനം. കഴുകി കഴിഞ്ഞാൽ പ്യൂരിഫൈഡ് ആണ്. ഏതൊരു മുറിവും വൃത്തിയാക്കണമെങ്കിൽ നന്നായിട്ട് ആൽക്കഹോളിക് ഇഫക്റ്റുകൾ എന്തെങ്കിലും ഒഴിച്ചു കഴിഞ്ഞാൽ അതിലുള്ള കേടുപാടുകളും അതിലെന്തെങ്കിലുമൊക്കെ മണ്ണലോ തരിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വൃത്തിയായി കിട്ടും.
ഇങ്ങനെ ആക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു സമരിയാക്കാരൻ നമ്മുടെ വീടുകളിലേക്ക്, നമ്മുടെ സ്വന്തം ജീവിതങ്ങളിലേക്ക് ഒന്ന് തിരിയുന്നത് നല്ലതാണ്. ഇടയ്ക്കൊക്കെ മുറിവുകൾ വെച്ച് കെട്ടുന്ന നല്ല മനുഷ്യൻ്റെ, നല്ല മാതൃകയുടെ. ഇനി നിങ്ങൾ വിചാരിക്കരുത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത വീട്ടിലത്തെ അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വീഴണം എന്ന്. ഇല്ല. നിങ്ങൾ എന്തെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്നിട്ട് വിവാഹ വാഗ്ദാനം നടത്തിയേ? വിവാഹ വാഗ്ദാനത്തിൻ്റെ വാക്കുകൾ ഏതാണ്? ഒന്ന് പറഞ്ഞുതരാവോ സിസ്റ്ററിന്? ഒന്ന് പറയാവോ? കല്യാണം കഴിഞ്ഞവരെ, അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, കുഞ്ഞുമക്കളെ ഒന്ന് പഠിപ്പിക്കാവോ? എന്താണ് വിവാഹ വാഗ്ദാനത്തിലെ വാക്കുകൾ? ഇന്നു മുതൽ മരണം വരെ എന്തില്? സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും കഴിഞ്ഞ അതല്ല സമ്പത്തും ദാരിദ്ര്യവും, ആരോഗ്യവും അനാരോഗ്യവും. ഇനി എന്താ ഉള്ളത്? മതിയാ? 2 കാര്യം കൂടി ഇല്ലേ? സുഖം ദുഃഖം, ആരോഗ്യം അനാരോഗ്യം, സമ്പത്ത് ദാരിദ്ര്യം. 3 കാര്യങ്ങളാണ്. ഇതിൽ എങ്ങനെ ജീവിക്കാനാണ്? എങ്ങനെ ജീവിക്കാന്നാ പറഞ്ഞേ? തമ്മി തല്ലി ജീവിക്കാം ആണോ? സ്വമനസ്സോടുകൂടി. നിങ്ങൾ എടുത്തിട്ടില്ല കേട്ടോ, എടുക്കാൻ പോണല്ലോ. ഏക മനസ്സോടെ. അതുകൊണ്ടാണ് കൊറിന്തോസുകാരെ ഞാൻ വിളിച്ചു വരുത്തിയിട്ട് നമ്മൾ പറഞ്ഞത്, 13-ാം അധ്യായം പറഞ്ഞത്, സ്നേഹം സകലതും ക്ഷമിക്കുന്നു, സഹിക്കുന്നു, വഴക്കുണ്ടാക്കുന്നില്ല എന്നാ പറയണേ. ഈ വചനത്തുമ്മ കൈവച്ചിട്ട് നമ്മൾ പറഞ്ഞു എന്തെന്ന്? ഏക മനസ്സോടെ ആര് ജീവിക്കും? ആര് ജീവിക്കും? ഞങ്ങൾ ജീവിച്ചു കൊള്ളാം. എന്തിനു വേണ്ടിയിട്ട്? ഇതിനത്ര കഷ്ടപ്പെട്ട് ജീവിക്കണേ? എന്തിനു വേണ്ടിയിട്ട്? വരും തലമുറയെ എന്തിൽ വളർത്താൻ? പുണ്യത്തിൽ വളർത്താൻ വേണ്ടി ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് പറഞ്ഞ അപ്പച്ചന്മാരും എന്ന് പറഞ്ഞ അമ്മച്ചിമാരുമാണ് എൻ്റെ മുൻപിലായിരിക്കുന്നത്. ഞങ്ങൾ കുടുംബത്തിൽ ഇങ്ങനെ ഏക മനസ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ടല്ല, വിഘടിതമായ ചിന്താരീതികൾ എന്നിലും എൻ്റെ പാർട്ട്ണറിനും ഇല്ല, ഉണ്ടാവുകയോ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാനില്ല കേട്ടോ, നിങ്ങൾ എന്ത് കൂദാശയിലേക്ക് പോയത്? വിവാഹം എന്ന കൂദാശയിലേക്ക് പോയത്. ഇവിടെ ഇരിക്കുന്നവരില്ലേ ശാന്ത പ്രകൃതക്കാരൊന്ന് കൈപ്പൊക്കാവോ? ശാന്തമാണ് ഞാൻ, വളരെ സ്വസ്ഥമാണ് ഞാൻ, അധികം വഴക്കിന് ബഹളത്തിന് പോവാറില്ല, അങ്ങനെയുള്ളവരൊന്ന് കൈപ്പൊക്കാവോ? നല്ല അവബോധം. എല്ലാവരും തന്നെ ശാന്തതയുള്ളവരാണ്. ചില സാഹചര്യം കൊണ്ട് നമ്മൾ ശബ്ദമുയർത്തുന്നു എന്നേയുള്ളൂ. കൈ ഇങ്ങനെ വരുന്നത് നമ്മുടെ പ്രശ്നമല്ല, അത് ഓട്ടോമാറ്റിക്കലി ചില ആക്ഷൻസ് നമ്മൾ പഠിച്ചത് കൊണ്ട് ഇങ്ങനെയൊക്കെ വരുന്നതാണ്. അല്ലാണ്ട് ആരെങ്കിലും അടിക്കാൻ വേണ്ടി ഡാൻസ് മുദ്ര പഠിക്കാറില്ല, ഉറപ്പ്. ഇനി ദേഷ്യപ്പെടുന്നു എന്നുള്ളവരൊന്ന് കൈപ്പൊക്കാവോ? അവബോധമുണ്ട്, എനിക്ക് അത്യാവശ്യം ദേഷ്യമൊക്കെ ഉണ്ട് എന്നുള്ളവരൊന്ന് കൈപ്പൊക്കാവോ? എല്ലാവർക്കും ഉണ്ടാ? ഓ, പുണ്യപ്പെട്ട ജീവിതങ്ങളെ, ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും ഉള്ള സാധനമാണ് ദേഷ്യം കേട്ടോ. അത് കുറച്ച് ചിലവർക്ക് പ്രകടിപ്പിക്കുന്ന രീതി കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇനി ദേഷ്യപ്പെടുന്ന എൻ്റെ അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, ഞങ്ങൾക്ക് ശാന്തമായ അല്ലെങ്കിൽ സ്വസ്ഥമായ, ഞാൻ ദേഷ്യപ്പെടുമ്പോൾ എന്നെ ഒന്ന് പിടിച്ചു നിർത്താൻ പറ്റുന്ന കുറച്ച് ക്വയറ്റായിട്ടുള്ള ഒരു പാർട്ട്ണറിനെ കിട്ടിയാൽ സന്തോഷമാണ് എന്ന് ആഗ്രഹിക്കുന്നവരെ കൈപ്പൊക്കാൻ ഞാൻ പറയില്ല, കാരണം വീട്ടിൽ അടി ഉണ്ടാവരുതല്ലോ, ഞാൻ പറയണില്ല. ആഗ്രഹിക്കുന്നവരായിരിക്കും ബഹുഭൂരിഭാഗം പേരും. നമ്മളൊക്കെ അങ്ങനെയാണ്, നമുക്കില്ലാത്തത് നമ്മൾ ആഗ്രഹിക്കുന്ന കൂട്ടരാണ്. നല്ല കാര്യം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു കാര്യം വെറുതെ ചോദിക്കുന്നതാ. എൻ്റെ പേര് ശാന്ത എന്ന് വിചാരിക്കാം. ശാന്തമാണ് ഞാൻ, എൻ്റെ പേര് ഞാൻ ശാന്ത എന്നിട്ടു. എൻ്റെ കെട്ടിയോൻ ശാന്തനാണ്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ശാന്തൻ എന്നിട്ടു. എൻ്റെ കൊച്ചിൻ്റെ പേര് ഞാൻ എന്തിടും? ഈ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് എന്നല്ല വരുള്ളൂ. എന്തിടും മക്കളെ? പിള്ളേർ പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് പേരിടും? ഞാൻ പേര് മനുഷ്യരുടെ രീതിക്ക് അനുസരിച്ച പേരാണ് ഞാൻ അവർക്ക് കൊടുത്തത്. ശാന്തയായ ഞാൻ എനിക്ക് ശാന്ത എന്ന് പേരിട്ടു, ശാന്തനായ എൻ്റെ കെട്ടിയോന് ഞാൻ ശാന്തൻ എന്ന് പേരിട്ടെങ്കിൽ ഈ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് ആള് ശാന്തൻ തന്നെ ആയിരിക്കില്ലേ? ആവില്ലേ?
ആവും. പിള്ളേർക്ക് നല്ല ഉറപ്പുണ്ടാവും. കാരണം ഫ്യൂഷൻ അടിച്ച് അങ്ങനെയേ വരുള്ളൂ. ഫ്യൂഷൻ ഡാൻസൊക്കെ കണ്ടിട്ടില്ലേ? അങ്ങനെയേ വരുള്ളൂ. അടിച്ച അതിൽ നിന്ന് നമുക്കില്ലാത്തൊരു പ്രോഡക്റ്റ് വരില്ല. അപ്പം അങ്ങനെയേ വരുള്ളൂ. ആ ആൾക്ക് നമ്മൾ എന്ത് പേരിടും? ശാന്തിന്നാ. ശാന്തൻ പ്ലസ് ശാന്തി എന്ന് പറയുന്ന ഈ രണ്ടെണ്ണവും ചേരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആൾക്ക് അതിശാന്തി എന്ന് വേണമെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് കുഴപ്പമുണ്ടാ? ഓ, എന്തൊരു സന്തോഷം. അതിശാന്തിയായ വളരെ ശാന്തമായ ഒരു മകളെയോ മകനെയോ നമുക്ക് കിട്ടിയാൽ നന്നായി എന്ന് വിചാരിക്കുന്നവരെ ഒന്ന് കൈപൊക്കി. ഇങ്ങനത്തെ ഒരു അതിശാന്തിനെ കിട്ടിയാൽ ഞങ്ങളുടെ കുടുംബത്തിൽ നന്നായിരുന്നു. കൈപൊക്കണ്ട, നിങ്ങൾ കൈപൊക്കണ്ട കേട്ടോ. നിങ്ങൾ കൈപൊക്കിയാൽ നിങ്ങളുടെ പേരൻസിനെ നിങ്ങൾക്ക് കിട്ടും. സന്തോഷമായി എനിക്ക്. കാരണം എന്താണെന്നറിയോ? കൈപൊക്കിയിരുന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് കിട്ടിയാനെ. ഈ അതിശാന്തിയുടെ ഒരു കഷ്ടപ്പാട് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ശാന്തിയോ അതിശാന്തിയോ അല്ല. നമുക്കൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ നമുക്കൊരാളെ ആശ്രയിക്കണം. നമുക്കൊരു കാര്യം നേരെ ചൊവ്വേ പറയണമെങ്കിൽ നമുക്കൊരാളെ ആശ്രയിക്കണം. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണം, അതൊന്ന് ധൈര്യപൂർവ്വം പറയണമെങ്കിൽ നമ്മുടെ മുട്ടുകൾ രണ്ടും കൂട്ടി വിറയ്ക്കും. അപ്പം നമ്മൾ പാരൻസിൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, എന്തെന്ന്? എനിക്ക് കുറച്ച് ധൈര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നമ്മുടെ പിള്ളേർ വന്ന് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സിസ്റ്ററെ ഉള്ളിൻ്റെ ഉള്ളിലൊരു പെടപ്പാ, കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പക്ഷെ ഒരു സ്ട്രോങ് ഡിസിഷൻ, ഒരു ഗൗരവപൂർണമായൊരു സൗണ്ട് കേട്ട എൻ്റെ ഉള്ളു പെടയ്ക്കും, ഞാൻ ദേ കിടക്കണ് താഴെ. ഇങ്ങനെയുള്ള മക്കളെ ഉൽപ്പാദിപ്പിക്കാൻ ആഗ്രഹമുണ്ടോ? ദൈവം മനുഷ്യ മക്കൾക്ക് അവർക്ക് അർഹതയുള്ളത് നൽകുകയും അർഹമായത് സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മനുഷ്യനേകനായിരിക്കുന്നത് നല്ലതല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. നൽകിയ ഇണയെ കൈനീട്ടി സ്വീകരിച്ച ആദ്യ മാതാപിതാവ് നമ്മുടെ ആദം നമ്മുടെ ഹവ്വായുടെ മുഖത്ത് നോക്കി പറഞ്ഞ ഒന്നുണ്ട്. എന്താണത്? ആദ്യമായിട്ടേ പെണ്ണ് കാണൽ ചടങ്ങ് നടത്തി. ഹവ്വായുടെ മുൻപിൽ, ആദത്തിൻ്റെ മുൻപിൽ ഹവ്വാനെ കൊണ്ട് നിർത്തി. ആദം പറഞ്ഞത് എന്താണ്? എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും എൻ്റെ മാംസത്തിൻ്റെ മാംസവും. എന്തൊരു മനോഹരമായ സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങൾ ഇടയ്ക്കൊക്കെ വീട്ടിൽ പറഞ്ഞോളൂ കേട്ടോ. എൻ്റെ അസ്ഥിയുടെ അസ്ഥി, എൻ്റെ മാംസത്തിൻ്റെ മാംസവുമായ വാചനമേ, എനിക്കിഷ്ടപ്പെട്ടു നിങ്ങളത് പറഞ്ഞത്. ഇടയ്ക്കൊക്കെ പറഞ്ഞോളൂ. നമ്മൾ ബൈബിൾ കോട്ട് ചെയ്ത് സംസാരിക്കുന്നത് നല്ലതാണ്. കാരണം കുടുംബത്തിൽ സമാധാനം വരണമെങ്കിൽ ബൈബിൾ ഇഷ്ടം പോലെ വീട്ടിൽ പറഞ്ഞു. ഇത് കുറച്ച് നാളുകൾക്ക് ശേഷം ഇതിൻ്റെ രീതിക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഈ മാറ്റം വന്ന സംസാര ഭാഷ മാറി. എങ്ങനെയാ മാറിയേ? നീ എനിക്ക് കൂട്ടിന് തന്ന അസ്ഥിയുടെ അസ്ഥി എന്നൊന്നുമല്ല പറഞ്ഞ്, സ്ത്രീ എന്ന രീതിയിലേക്ക് നമ്മൾ ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ ചില ഡയലോഗുകളൊക്കെ പറയാറുണ്ട്. അപ്പം നമ്മുടെ ചേട്ടന്മാർ പറയാറുണ്ട്, ഇവളെ ഒന്നൊന്നര സംഗതി, ഇതെവിടെന്നാണിത് പറയാറില്ലേ? നമ്മൾ ആദ്യ മാതാപിതാക്കളിലേക്ക് പോകണം. അവിടെയും വന്നിരുന്നു സ്ത്രീ. എത്രയോ വാചനം എന്ന് പറഞ്ഞവളുടെ ഭാഷ മാറ്റിച്ച ഒന്ന്. സ്നേഹമുള്ളവരെ, ഈ സമരിയാക്കാരൻ്റെ ഈ ഒരു കണ്ടറിവും മനസ്സലിവും ദൈവിക സ്നേഹവും ഒക്കെ നിറയുമ്പോൾ എവിടെ നിന്നാണ് ഭാഷയുടെ ഭിന്നിപ്പ് വരുന്നത് എന്ന് നമ്മുടെ പുസ്തകം സുവിശേഷത്തിലെ പഴയ നിയമത്തിൽ ഭംഗിയായിട്ട് പറയുന്ന ഒരു ഭാഗമുണ്ട്. ബാബേൽ ഗോപുരം എന്താണ്ടായേ? പണിയണ സമയത്ത് ഭാഷയൊന്ന് ദൈവം ഭിന്നിപ്പിച്ചു. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകുന്നില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം എടുത്തു കളഞ്ഞപ്പോൾ ഭാഷകൾ മനസ്സിലാകാതെ വഴക്കുകൾക്ക് സ്ഥാനം വരുന്ന ഒരു ചരിത്രം നമുക്ക് കാണുന്നുണ്ട്. നിങ്ങൾ ആദ്യ മാതാപിതാക്കളുടെ രീതികളിലേക്ക് പോകുമ്പോൾ ആരാണ് നിന്റെ, എവിടെയാണ് നിന്റെ സഹോദരൻ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ എന്ന് ചോദിക്കുന്ന കായേലിനെയും ആബേലിൻ്റെയും കഥയൊന്നും മറക്കരുത്. ദൈവസാന്നിധ്യം മറയുന്ന കുടുംബത്തിൽ ഭാഷകൾക്ക് മൂർച്ചയേറുമെന്നും ഭിന്നതകൾക്ക് സാധ്യതയേറുമെന്നും നമ്മുടെ സുവിശേഷം നമുക്ക് സാക്ഷ്യം നൽകുന്നുണ്ട്. സ്നേഹമുള്ളവരെ, എപ്പോഴാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ശക്തി നൽകിയേ എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഞാൻ ഈ സ്നേഹവും സമാധാനവും പറഞ്ഞപ്പോൾ അതിൽ 2 വാചകമാണ്. ദൈവകൃപയുള്ളവർക്ക് സമാധാനം ആസ്വദിക്കാം. ദൈവത്തിൻ്റെ കൃപ എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ
ഇവിടെ നിന്ന് എൻ്റെ മക്കളെ ഞങ്ങൾ പുണ്യത്തിൽ വളർത്തിക്കൊള്ളാൻ ഞങ്ങൾ ഒരു മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് നിങ്ങൾ വാഗ്ദാനം എടുത്തപ്പോൾ, വിവാഹം എന്ന കൂദാശയിലെ ദൈവത്തിന് വാഗ്ദാനം നൽകി വരും തലമുറയെ കൈനീട്ടി സ്വീകരിച്ചപ്പോൾ ദൈവത്തിനൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ഈ തലമുറയെ വിശുദ്ധീകരിക്കാൻ ഈ കുടുംബം ഇതാ വരുന്നു. ഈ മനുഷ്യകുലത്തെ വിശുദ്ധീകരിക്കാൻ ഈ കുടുംബത്തെ ഞാൻ സന്തോഷപൂർവ്വം ഭൂമിയിലേക്ക് തരുന്നു എന്നും പറഞ്ഞ് ഓരോ കുടുംബവും രൂപം കൊള്ളുമ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ദൈവ. കാരണം ഒരു തലമുറയുടെ ബാക്കി പത്രങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. ഒരു ചെറിയ വിത്ത്, അതാണ് നിങ്ങളുടെ മനസ്സിൽ ദൈവം ഇട്ട് തരുന്നത്. അതിനെ ഭൂമിയിലേക്ക് കൊടുത്ത് മണ്ണിലിട്ട് ഇതുപോലെ നല്ല നല്ല മക്കളാക്കി നിങ്ങൾ വളർത്തുമ്പോൾ നിങ്ങൾ കൈമാറേണ്ടതും കൈമാറ്റം ചെയ്യപ്പെടേണ്ടതും, സ്നേഹം എന്ന ബേസിക് ഭാഷ പറയുമ്പോൾ വരേണ്ടത് പുണ്യം. ഈ പുണ്യത്തിൻ്റെ ഭാഷയിൽ ഞാൻ ഇന്നലെ ഒരു അമ്മച്ചി, ഞാൻ ഇന്നലെ എത്താൻ വൈകി 3 മണി പറഞ്ഞിട്ട് അവർ 5-5:30 വരെയായിട്ടും പോയില്ല. കാരണം ഞാൻ പറഞ്ഞു ഞാൻ നേരം വൈകും, ഞാൻ യാത്രയിലാണ്, എത്തിയിട്ടില്ല. സ്റ്റെപ്പ് എത്തിയാലും വിരോധമില്ല, കാണാമെന്ന് പറഞ്ഞ് ഒരു 5:30 നേരത്ത് ഇവരിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു അമ്മയും മകളും ആ അമ്മയുടെ, അതായത് അമ്മയുടെ അപ്പാപ്പനും കൂടിയിട്ടാണ് വന്ന് നിൽക്കുന്നത്. മകള് എന്നോട് പറഞ്ഞു, എനിക്ക് സിസ്റ്ററിനോട് തനിച്ച് സംസാരിക്കണം. ഓക്കെ, അമ്മയെ വിളിക്കേണ്ട കാര്യം ഇല്ല. ഒരു ബിടെക്കുകാരി ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി അവളുടെ ഇഷ്യൂ പറയാൻ വരുന്നു എന്നതേ അമ്മയ്ക്ക് അറിവുള്ളൂ. നോക്കേണ്ടതും കാണേണ്ടതും എന്ത് എന്ന്, തങ്ങളെ ഏൽപ്പിച്ച വിത്തിൻ്റെ മഹിമ എന്ത് എന്നും, ഇതിൻ്റെ പവിത്രതയെ വിശുദ്ധീകരിക്കാൻ നിങ്ങളുടെ കൈകളിലേക്ക് തന്നതെന്തിന് എന്നും, തീർച്ചയായിട്ടും ഇത് സമർപ്പിക്കേണ്ടത് എവിടെയെന്നും നമ്മൾ ഓരോരുത്തരും അറിയണം. ഈ മകള് പറഞ്ഞത് എന്നോട്, സിസ്റ്ററെ ഞാൻ 2 മാസം പ്രഗ്നൻ്റാണ്, എൻ്റെ അമ്മയ്ക്കത് അറിയില്ല, അറിയിക്കാതിരിക്കാൻ തന്നെയാണ് എൻ്റെ പ്ലാൻ. ഞാൻ സിസ്റ്ററിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒന്നുണ്ട്, സിസ്റ്റർ കേസ് നന്നായിട്ട് ഡീൽ ചെയ്യുമെന്ന് കേട്ടു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇൻഡയറക്ട്ലി, നേരിട്ടല്ലാതെ പാരൻസിനെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അതൊന്ന് ചെയ്തു തന്ന ഉപകാരമായിരിക്കും. അതിനാണ് ഇത്രയും ടൈം കളഞ്ഞിട്ടും ഈ ഒരു പേഴ്സണൽ മീറ്റിംഗ് ഞാൻ വെച്ചത്. ഞാൻ ആ കൊച്ചിനോട് ചോദിച്ചതൊന്നേയുള്ളൂ, അമ്മ ആഴത്തിൽ നിന്നെ സ്നേഹിച്ചിട്ടില്ലേ? കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴ്ത്തിയിട്ട് അവൾ എന്നോട് പറഞ്ഞു, എൻ്റെ അമ്മ സ്നേഹിച്ചെടുത്തോളം ഈ ഭൂമിയിൽ ഒരാളും എന്നെ സ്നേഹിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, സ്നേഹം തുറവിയാണ്, സ്നേഹം തെറ്റേറ്റു പറച്ചിലാണ്, സ്നേഹം ഉള്ളതുള്ളതിനെ അംഗീകരിക്കലാണ്. ആ ഒരു മൈൻഡ് നിന്നിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാതാപിതാക്കളിൽ നിന്ന് ഇത് മറയ്ക്കാൻ വേറെ ഒരു സ്റ്റോറിയുടെ ആവശ്യം ഇല്ല. ഇത് കേൾക്കുമ്പോൾ ഏതൊരു അമ്മയുടെയും നെഞ്ചു പിടയ്ക്കുമെന്ന് നമുക്കറിയാം, വേദനയുണ്ടാക്കുമെന്നും അറിയാം. പക്ഷെ മാറി നിന്ന് പലതും ചിന്തിക്കുന്ന ഇന്നിൻ്റെ തലമുറയിലെ സ്നേഹമുള്ള അമ്മമാരെ, അപ്പച്ചന്മാരെ, എൻ്റെ കൊച്ചുമക്കളെ, എന്താണ് തുറവിയുടെ സന്ദേശം? സമാധാനം എന്ന് പറയുന്ന ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഫ്രാൻസിസ് പാപ്പ മനോഹരമായിട്ട് പറയുന്നുണ്ട്, ആത്മാരാധന കൂടിയതാണ് ഇന്നിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന മോറിസ് ലെത്തീസിയ എന്ന് പറയുന്നതിൽ പറയുന്നു. ജോൺ പോൾ II വിശുദ്ധൻ പറഞ്ഞൊരു കാര്യമുണ്ട്, സെൽഫിഷ്നെസ് കൂടുന്നു. ഇത് രണ്ടും സ്നേഹത്തിനും സമാധാനത്തിനും അപ്പുറത്താണ്. അതിന് ഗണ്ണിക്കുന്ന 2 ഘടകങ്ങളാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ സെയിൻറ്റ് ജോൺ പോൾ II മരിക്കുന്നതിന് മുൻപായിട്ട് ആൾക്കൊരു വെടിയുണ്ട കിട്ടി. ഒരു കഥ കേട്ടിട്ടില്ലേ നിങ്ങൾ? കഥയല്ല, ചരിത്രം. ഒരു വെടിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഈ വെടിവെച്ച ആളെ ജയിലിൽ കൊണ്ടിട്ടു. ജയിലിൽ കിടക്കുന്ന സമയത്ത് സെയിൻറ്റ് ജോൺ പോൾ ഈ മകനെ കാണാനായിട്ട് ജയിലിൽ പോയി. എന്നിട്ട് പറഞ്ഞു, മോനെ എനിക്ക് തെറ്റുപറ്റി, എന്നോട് ക്ഷമിക്കണം എന്ന് ആരോട് പറഞ്ഞു? വെടിവെച്ച ആളോട് പറഞ്ഞു. എന്തിനാണ് പറഞ്ഞത്? നിങ്ങൾ കുറേ നേരമായില്ല കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മളൊക്കെ കുടുംബത്തിൽ പിറന്നവരാ.
ഞാനും ഈ ഫാമിലി കൗൺസിലിംഗ് എടുക്കുമ്പോൾ ഞാൻ കണ്ടിരിക്കണ ഒരു സാധനം, മോളെ ഒരു സോറി പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ, ഒരു സോറി പറയടി കൂട്ടു എന്ന് പറയുമ്പോഴേ എൻ്റെ പൊന്നുമല്ലേ ചക്കരയല്ലേ എന്നൊക്കെ പറയുമ്പോൾ സാധാരണ കേൾക്കുന്ന ചില ഡയലോഗുകളുണ്ട്. അത് പ്രത്യേകിച്ച് ഫീമെയിൽ കഥാപാത്രങ്ങളുടെ ഭാഗത്ത് നിന്ന് കേൾക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. തെറ്റ് പറ്റിയവൻ സോറി പറയണം സിസ്റ്റർ. എന്താ തെറ്റ് പറ്റിയവന് സോറി പറയാൻ പറ്റില്ലേ? ഞങ്ങൾ മാത്രം സോറി പറയാൻ? ഇങ്ങനെ ചോദിക്കുന്ന ഈ കാലഘട്ടത്തിൽ സെയിൻറ്റ് ജോൺ പോൾ നൽകുന്ന മനോഹരമായ സ്നേഹത്തിൻ്റെ പാപ്പ എന്ന് വിശേഷിപ്പിക്കുന്ന, കുടുംബങ്ങളുടെ പാപ്പ എന്ന് വിശേഷിപ്പിക്കുന്ന സെയിൻറ്റ് ജോൺ പോൾ നമ്മളോട് പറയുന്നുണ്ട്, ക്ഷമിക്കുന്നതാണ് സ്നേഹം. ഈ ക്ഷമ സെയിൻറ്റ് ജോൺ പോൾ പഠിപ്പിച്ചത് എങ്ങനെയാ? എന്തുകൊണ്ടായിരിക്കാം നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടില്ലേ, എന്തുകൊണ്ടാണ് ഈ അപ്പച്ചൻ പോയിട്ട്, അല്ലെങ്കിൽ ഈ പാപ്പ പോയിട്ട്, അല്ലെങ്കിൽ ഈ മാനുഷികതയുള്ള സ്നേഹത്തിൻ്റെ പാപ്പ ജയിലിൽ പോയിട്ട് എനിക്ക് തെറ്റുപറ്റിയിട്ട മോനെ സോറിടാ ക്ഷമിക്കണം എന്ന് പറയാൻ കാരണം എന്ത്? ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നോട്ടെ. എനിക്കിവിടെ ഇങ്ങനെ നിന്നാലേ ഇത്തിരി ദൂരം കൂടുതലാണ്. എന്തായിരിക്കാം കാരണം? നമ്മുടെ സാധാരണ ബുദ്ധിക്ക് നമ്മുടെ സാധാരണ ബുദ്ധിക്ക് ഒരാളുടെ അടുത്ത് പോയിട്ട് മാപ്പ് പറയാൻ കാരണം എന്ത്? തന്നെ വെടിവെച്ചതാണ്, നമുക്ക് നെഞ്ചത്ത് കിട്ടിയ വെടിയാണ്. അത് ക്യൂറാവുന്ന സമയത്താണ് നമ്മുടെ ആൾ അങ്ങോട്ട് പോയത്. എന്തിന്? അമ്മച്ചിമാർക്ക് ആൻസർ ഉണ്ടോ? ഞാൻ തിരിക്കാം. നമ്മളെ ആൻസറുകൾ വരണമെങ്കിൽ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഒരു തിരിവുണ്ട്. അവിടെ ഒരു ഗ്രൂപ്പ്, ഇവിടെ ഒരു ഗ്രൂപ്പ്, ഇതൊരു ഗ്രൂപ്പ്. നിങ്ങൾ ഏകകണ്ഠമായിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ സെയിൻറ്റ് ജോൺ പോൾ ജയിലിൽ പോയിട്ട് ആളുടെ മുൻപിൽ നിന്നിട്ട് മാപ്പ് പറഞ്ഞേ? ക്ഷമയാണ് സ്നേഹം എന്ന് പഠിപ്പിച്ച പാപ്പയാ. ഇതെന്താ പഠിപ്പിച്ചേ? എന്താണ് നമ്മൾ പഠിച്ചേ? എന്താണ് സ്നേഹം? സ്നേഹം ഉള്ളിലുള്ളവർക്ക് സമാധാനം അനുഭവിക്കുവാനോ ആസ്വദിക്കാനോ കൊടുക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല എന്നാണ് പറയുന്നത്. നമുക്കുണ്ടെങ്കിൽ ചിന്തിച്ചു. കുരിശിലെ സ്നേഹം അത് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ വരുന്നത് പരിശുദ്ധ അമ്മയാണ്. അമ്മോട് ഒരിക്കൽ പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നല്ല സൂപ്പർ ഡയലോഗ്. പരിശുദ്ധ അമ്മ എന്ത് ചെയ്തു? ഇതാ കർത്താവിൻ്റെ, കുറെ ചിന്തിച്ചതിന് ശേഷം ആള് പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി. അത് പറഞ്ഞ നിമിഷം നിങ്ങളിവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെന്നാ പറഞ്ഞേ? ഏക മനസ്സോടെ. നിങ്ങളും പറഞ്ഞതല്ലേ? വഴക്കില്ലാത്ത ഫാമിലിക്കാരെ ഒന്ന് കൈപ്പൊക്കി, വഴക്കില്ലാത്ത കുടുംബം ഉണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കി. ജ്ഞാനത്തിലും പ്രായത്തിലും മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിച്ച ഈശോ ദൈവപുത്രൻ, അവൻ പറയുന്നത് ചെയ്യുവിനെന്നും പറഞ്ഞ് പരസ്പരം റെസ്പെക്റ്റ് ചെയ്ത പരിശുദ്ധ അമ്മ, അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാതെ ഈവൻ തിന്മയാണെന്ന് അറിഞ്ഞിട്ടും നെഗറ്റീവാണെന്ന് കേട്ടിട്ടും മറച്ചു വെച്ച് ഒരു സ്ത്രീത്വത്തെ സംരക്ഷിച്ച ഔസേ പിതാവ്. നമ്മൾ ഒന്ന് വെറുതെ തിരിയാം. ദൈവം ക്ഷമ എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് കുരിശിലെ ക്ഷമ. ഇനി ഈ അമ്മയെ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ മകൻ ഭ്രാന്തൻ എന്ന് പറഞ്ഞപ്പോൾ ഈ അമ്മ അന്വേഷിക്കാൻ ഓടി. ഹേയ്, നിന്നെക്കുറിച്ച് ഇങ്ങനെ കേൾക്കണ്ടല്ലടാ കുട്ടാ. ഇതിനുശേഷം ഈ മകനെ കുറിച്ച് അന്വേഷണങ്ങളും. നിങ്ങൾ വിചാരിക്കരുത് ഈ അമ്മ ഔസപിതാവ് ചെറുപ്പത്തിൽ മരിക്കുമ്പോൾ വിധവ എന്ന നാമത്തിന് ഏറ്റവും ആപ്റ്റായ ഈ ഭൂമിയിലെ സ്ത്രീ, കുരിശും കൊണ്ട് ഈശോ പോകുന്ന വഴി മുഴുവൻ ഉടനീളം കുരിശിനോട് ചേർന്ന് നടന്ന സ്ത്രീ രത്നം. അവസാനം അവൾ കുരിശിൻ്റെ താഴെ നിന്നു. പിടയുന്ന മകനെ, ഞാൻ നേരത്തെ ഒരു കൊച്ചു പൊക്കി പിടിച്ചു എന്ന് പറഞ്ഞിട്ട് അവൻ വീണ വീഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ പൊങ്ങിയത് ഒരു 3-4 ദിവസം അഡ്മിഷൻ കഴിഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് എഴുന്നേറ്റ് വന്നത്. ഈ അമ്മ നേരെ നിന്നു. എന്നെ ഏൽപ്പിച്ച ഈ ശരീരം മൃതപ്രാണനായിട്ട് കിടന്ന് പിടയുമ്പോഴും നോക്കി നിന്ന് ദൈവഹിത പൂർത്തീകരണത്തിനായി മനസ്സ് വെച്ച ഈ അമ്മ മരിച്ചതിന് ശേഷം നല്ല തൻ്റെ ഇടത്തോടുകൂടി പറഞ്ഞു, ശരീരം എനിക്ക് വേണം, എൻ്റെ മടിയിൽ ഈ ശരീരം കിടക്കണം. ഇതിനെ നമ്മൾ പിയാത്ത എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് പ്രാർത്ഥന?
ദൈവസ്നേഹത്തിന് മുൻപിൽ രക്ഷാകര ചരിത്രം പൂർത്തിയാകാനായിട്ട് സഹനങ്ങളെ ധീരതയോടുകൂടി ഏറ്റുവാങ്ങിയ അമ്മയുടെ രക്ഷാകര ചരിത്രത്തിലുള്ള പങ്കുവെപ്പാണോ എൻ്റെയും നിങ്ങളുടെയും കുടുംബ ജീവിതം, വ്യക്തിപര ജീവിതം? സ്നേഹമുള്ളവരെ, ഞാൻ സെയിൻറ്റ് ജോൺ പോളിലേക്ക് വീണ്ടും പോവുകയാണ്. ആ മനുഷ്യൻ സിമ്പിൾ ശാസ്ത്രം നമ്മളെ പഠിപ്പിച്ചേ. കുരിശിലെ ക്ഷമയൊന്നും ആളത്ര വലുതായിട്ട് ഓർത്തിട്ടുണ്ടാവില്ല, പക്ഷെ ക്ഷമ അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. ശത്രു ആരാണ്? ശത്രുക്കളെ സ്നേഹിക്കുവിനീശും ഭംഗിയായിട്ട് പറയുന്നുണ്ട്. ആരാണ് ശത്രു? നമുക്ക് നമ്മുടെ ഒന്ന് ദ്രോഹം ചെയ്തൊന്ന് കുറ്റം പറഞ്ഞാൽ അവരോട് മുഖത്തു നോക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ കാണുന്നത് എങ്ങനെ? ഈ ഭൂമിയിലെ ഓരോ മനുഷ്യനും രക്ഷാകര ചരിത്രത്തിലേക്ക് എന്നെയും നിങ്ങളെയും അടുപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിലെ ഓരോ മനുഷ്യനും രക്ഷാകര ചരിത്രത്തിന് സാക്ഷ്യം വഹിക്കുന്നവൻ. അവൻ ശത്രുവല്ല, മിത്രവാ. എങ്ങനെ? സെയിൻറ്റ് ജോൺ പോൾ എങ്ങനെ എടുത്തേന്ന് അറിയോ? അതിന് ഭംഗിയായിട്ട് ആ പുസ്തകം പറയുന്നത് ഇങ്ങനെയാ: നിന്റെ സഹോദരൻ തെറ്റ് ചെയ്യാൻ നീ കാരണക്കാരനാകുന്നുവെങ്കിൽ, അങ്ങനെ ഒരു വചനമുണ്ട്, അറിയില്ലേ? ആള് ചിന്തിച്ചതേ, നമ്മൾ പറയില്ലേ, നോക്കിക്കാണണം നമ്മുടെ ജീവിതങ്ങളിലേക്ക്. നമ്മുടെ കുടുംബത്തിൽ അസമാധാനം വരുന്നുണ്ടെങ്കിൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് സമാധാനം അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്നിലേക്ക് കുറച്ച് സമയം ഒന്ന് ഇരുന്ന് ചിന്തിക്കണം. സ്നേഹമുള്ളവരെ, സെയിൻറ്റ് ജോൺ പോൾ ഒന്നിരുന്ന് ചിന്തിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ മകൻ നിറയൊഴിച്ചത് മാർപ്പാപ്പ എന്ന് പറയുന്ന സ്ഥാനം മുന്നിൽ കണ്ടുകൊണ്ട് അതിൻ്റെ ഉടുപ്പിലിടുന്നത് കൊണ്ടാണ് എനിക്കത് കിട്ടിയത്, അല്ലാതെ അവൻ എന്നോടുള്ള വിരോധമൊന്നും അല്ല. ഇത് തിരിച്ചറിഞ്ഞ പാപ്പ ജയിലിലേക്ക് പോയിട്ട് പറഞ്ഞു, എൻ്റെ പാപ്പാ സ്ഥാനം നിന്നെ തെറ്റ് ചെയ്യിക്കാൻ കാരണമാക്കിയെങ്കിൽ മകനെ എന്നോട് ക്ഷമിക്കുക, കാരണം നിന്നെ ഇവിടെ കൊണ്ടുവരുത്തി ഇടാൻ കാരണക്കാരൻ നീയല്ല, പിന്നാരോ? ഞാനാ. സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബത്തിലേക്കൊന്ന് പോയേ. ആരാ വിട്ടുകൊടുക്കാറുള്ളത്? അത് ഞങ്ങളൊക്കെ തന്നെയാട്ടോ വിട്ടുകൊടുക്കാറുള്ളത്, ഞങ്ങളൊക്കെ തന്നെയാണ് എന്ന് പറയുന്ന ഒരു രീതിയിലാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകാറുള്ളത്. വിട്ടുകൊടുക്കുക സ്നേഹത്തിൻ്റെ അടയാളമാണ്. ഈ വിട്ടുകൊടുക്കും തോറും സമാധാനം അനുഭവിക്കുന്ന ഒരു ഹൃദയമൊക്കെ നമുക്ക് ജീവിതത്തിൽ കാണാൻ പറ്റും. അത് കാണണമെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് കുടുംബത്തിലെ മക്കൾക്ക് ഒക്കെ ഒരു വിട്ടുകൊടുക്കലിൻ്റെ ചരിത്രം നമുക്ക് വേണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഇടയിലേ ഭയങ്കരമായിട്ടിങ്ങനെ നീറ്റൊക്കെ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ടാവും. അതിനില്ലേ, നന്നായി തുടച്ചിടുക, ഒതുക്കി വയ്ക്കുക, അടക്കി ഒതുക്കി വയ്ക്കുക, എടുത്ത സാധനം എടുത്തോടുത്ത് വയ്ക്കുക, നിർബന്ധിക്കുക, ഇങ്ങനെയുള്ള അമ്മമാരില്ലേ? ഇല്ലടാ മക്കളെ, ഉണ്ട്. അങ്ങനെയുള്ള അപ്പച്ചന്മാരില്ലേ, അമ്മച്ചിമാരെ? എടുത്ത സാധനം കൊണ്ടുകിടി അവിടെ, അതിപ്പം തന്നെ വെക്കണം, നാളെ വെച്ച പ്രശ്നമായി, അത് നാളെ വെച്ചോളാം, രാവിലെ ആവട്ടെ, എന്തിനിപ്പോൾ രാവിലെ ആക്കണം, ആക്കില്ല, അതിപ്പോൾ തന്നെ കൊണ്ടുപോയി, ഇങ്ങനെ നിർബന്ധിക്കുന്ന അപ്പച്ചന്മാരില്ലേ, അമ്മച്ചിമാരില്ലേ? നല്ല സ്വഭാവമല്ലേ? ഇനി അതങ്ങാനും നമ്മൾ വെക്കാണ്ടിരുന്നാലോ? ചൂടാവണത് കണ്ടിട്ടുണ്ടോ അവർ? അത് നല്ല സ്വഭാവമല്ലേ? എന്തിനാണ് ചൂടാവണത്? എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. വല്ലവരും എടുത്ത സാധനം കൊണ്ടുവയ്ക്കാത്തതിന് നമ്മൾ ചൂടാവണത്, അത് നീറ്റ്നെസ്സാണ്, അല്ലെങ്കിൽ നീറ്റ് കുറവാണ് വീടിന്. അങ്ങനെ തന്നെയല്ലേ? നമ്മുടെ വീട്ടിൽ വല്ല അതിഥികൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിനെ കുറിച്ച് ഭംഗിയായിട്ട് പറയും. എപ്രകാരമുള്ള വീടാണെങ്കിൽ എടുത്ത സാധനം എടുത്തോടുത്ത് ഒതുക്കി നീറ്റായിട്ട് കസേര ചെയറൊക്കെ ഭംഗിയായിട്ട് ഇടണു, പൊടിയില്ല, ഭയങ്കര വൃത്തിയായിട്ട് കിടക്കണു. കാണുന്നവർക്ക് എങ്ങനെയുണ്ടത്? നല്ല രസം. ചെയ്യുന്ന നമുക്ക് ഒരു പക്ഷെ ചിലപ്പോൾ അത് ഭാരമാകാം, നിർബന്ധങ്ങൾ ഇഷ്ടക്കേടാകാം, വഴക്ക് പ്രശ്നമാകാം. എന്നിട്ട് നമ്മൾ പറയും, ഇവിടെ ഇത് ചെയ്ത് തീരാനുള്ളതാണ് എൻ്റെ, ഇല്ലേ? ഇവിടെ ഇത് ചെയ്ത് തീരാൻ ഏത് വീടാവനോൻ്റെ വീട് അടിച്ചു വാരി ഇത് പ്രഷറാകുന്നത് എന്തുകൊണ്ട്? നമ്മൾ ചിലവരൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോഴേ എടാ നീക്കാ വരണ വഴിക്ക്, അതൊന്നും അങ്ങോട്ട് നീക്കിട, അതവിടെ ഉണ്ടായിരുന്നാ, അങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടോ എന്നൊക്കെ നമ്മളോട് ചോദിക്കും. കാരണം അവരത് കണ്ടിട്ടുണ്ടാവില്ല, നമ്മളത് നന്നായിട്ട് കണ്ടിട്ടും ഉണ്ടാവും. ഇങ്ങനെ കാണുന്നതും കാണാതിരിക്കുന്നതും എന്തുകൊണ്ട്? ഇനി ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇവർ ഈ നീറ്റ് ആൻഡ് ക്ലീനിൽ PhD ഒക്കെ എടുത്തവരാണല്ലോ,
അടക്കി ഒതുക്കല് നല്ല അവാർഡും കിട്ടിയിട്ടുള്ളവരാണ്. ഇങ്ങനെയുള്ളവരുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരൊന്ന് കൈപ്പൊക്കാവോ? എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, കാരണം എനിക്ക് അത് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാളെ പാർട്ണറായി കിട്ടിയാൽ നമ്മൾ നന്നാവും, വളരെ മനോഹരമാവും, വീട് സുന്ദരമാകും എന്നാഗ്രഹിക്കുന്ന അപ്പച്ചമാരെ അമ്മച്ചിമാരെ ഒന്ന് കൈപ്പൊക്കാവോ? ആരുമില്ലേ? ഇങ്ങനെയുള്ള അപ്പനും അമ്മയും മതി എനിക്ക് എന്നുള്ള മക്കളെന്ന് പറഞ്ഞേ. അയ്യോ വേണ്ട, ദേ നിൽക്കണം, ഒരു മോൻ നല്ല ബുദ്ധി വന്നിട്ടുണ്ട് കേട്ടോ. മോൻ പറഞ്ഞു മതി. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വഴക്കൊക്കെ കിട്ടുന്നത് മതി. കിട്ടാറില്ലേ? കിട്ടണ്ട? അത്യാവശ്യം ഇല്ല, ഉണ്ട്, പോട്ടെ. എന്തിയേ നമ്മൾ വല്ലവരും വീട്ടിൽ വന്ന് പറയുമ്പോൾ നമുക്ക് രസമുണ്ട്. നമ്മുടെ വീട്ടിൽ നമ്മൾ ജീവിക്കുന്നത് നമുക്കറിയാം. സ്നേഹമുള്ളവരെ, നമ്മൾ പറയണം, നമുക്ക് സ്വതസിദ്ധമായൊരു ശൈലിയൊക്കെ മനുഷ്യന് ദൈവം തന്നിട്ടുണ്ട്. ഇതിലെ മറ്റൊരാളെ റെസ്പെക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുടെ രീതികൾ, അവരുടെ പ്രത്യേകതകൾ അവർക്കതില്ലാത്തവരായിരിക്കാം. അവർക്ക് ഈ നീറ്റ് ആൻഡ് ക്ലീനിനേക്കാളും കുറച്ചും കൂടി നല്ലത് ശാന്തമായിട്ട് സംസാരിക്കാൻ അറിയുന്നവരാണെങ്കിൽ നമുക്കതറിയില്ല. അപ്പം നമ്മളോട് അവർ പറയാണ്, ഒന്ന് പതുക്കെ സംസാരിക്കുന്നേ, ഒന്ന് പതുക്കെ. എനിക്ക് ഈ സൗണ്ടേ ഉള്ളൂ, നിങ്ങൾ വേണമെങ്കിൽ. ഇതല്ലേ വഴക്കെന്ന് പറയണ സാധനം? ഇതന്നെയല്ലേ? ഇതിനെയല്ലേ വഴക്കെന്ന് പറയാ? ആണല്ലേ? വ്യത്യസ്തതകളെ അംഗീകരിച്ച് സ്നേഹിച്ച് അതിന് അതേപോലെ ജീവിക്കാൻ അനുവദിക്കുമ്പോൾ വളർച്ച, ഫലം കുടുംബം പുറപ്പെടുവിക്കുമെന്ന് വചനം പറയുന്നു. ഇത് ഞാൻ പറയുന്നതല്ല, വചനം പറയുന്നു. പരസ്പരം അംഗീകരിക്കുമ്പോൾ അവിടെ ഫലപൂർത്തീകരണം വരുമെന്ന് പറയുന്നു. എന്താണ് പരസ്പരം? സമരയാക്കാരനും ചെയ്തത് അത് തന്നെയാണ്. ആ ആളെ പരിചയമൊന്നുമില്ല, പക്ഷെ ആളായിരിക്കുന്ന വിധത്തിൽ കണ്ടു, എടുത്തു, മനസ്സലിഞ്ഞു, എണ്ണയും വീഞ്ഞും വെച്ച് കെട്ടി സുഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ആളെയും കൊണ്ട് പരിചരണത്തോടെ പോകുകയാണ്. പോകുന്ന സമയത്ത് ഈ കക്ഷി അവനവൻ്റെ കേട്ട് ഒരു ഉത്തരവാദിത്വത്തോടു കൂടി ആളെ സത്രത്തിൽ ഏൽപ്പിക്കുമ്പോഴേ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ദേ നോക്കണം കേട്ടോ, ഇനി എന്തെങ്കിലും തന്ന് വീട്ടാൻ അങ്ങനെ തന്നെയല്ലേ വചനം പറയണേ? അതിൻ്റെ അർത്ഥം എന്താ? ദേ തരുന്നു, എൻ്റെ കയ്യിലുള്ളത് ഞാൻ തരുന്നു. ഇനി എന്തെങ്കിലും കൂടുതൽ ചിലവ് വരുവാണെങ്കിൽ എന്നാൽ കുറച്ച് അഡ്വാൻസ്, നമ്മളിങ്ങനെയല്ല പറയാം, അഡ്വാൻസ് കെട്ടിയിട്ട് പോകണം കേട്ടോ. ഇങ്ങനെ ഒരാളെ ഇവിടെ ഇട്ടിട്ട് പോകുമ്പോഴേ, ഇനി എങ്ങാനോ ഇയാൾ ഓടിപ്പോയി, അതിൻ്റെ ആരുമല്ലല്ലോ, ഇയാൾ ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോവും, അതുകൊണ്ട് തന്നിട്ട് പോകുന്നതാണ് നല്ലത്. ആളെന്താ പറഞ്ഞേ? എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ അയാളുടെ ഇല്ല, ഇനി വേണ്ടത് കടം വാങ്ങിച്ചു തരേണ്ടതാണ്, അതിനും ഞാൻ തയ്യാറാണ് എന്നതാണ് അയൽക്കാരൻ്റെ നല്ല മനസ്സിൻ്റെ ഉപമ നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിനു ശേഷം താൻ എത്തിച്ചേരേണ്ട സത്രത്തിൽ അദ്ദേഹത്തെ എത്തിച്ചതിന് ശേഷം സുരക്ഷിതമായി പോകുന്ന സമരിയാക്കാരൻ്റെ മനോഹരമായ ഉപമ. സ്നേഹമുള്ളവരെ, നിങ്ങളെ ഏൽപ്പിച്ച വിത്തിനെ ഫലത്തോടുകൂടി ദൈവത്തിരുമുൻപിൽ സമർപ്പിക്കാനായിട്ട് വിളിക്കപ്പെട്ടതാണ് ഞാനും നിങ്ങളൊക്കെ. ഇതിലെ ദൈവസാന്നിധ്യത്തോടുകൂടി നമ്മൾ ബൈബിളിലെ ചില കഥാപാത്രങ്ങളുണ്ട്, നിങ്ങളൊന്ന് നോക്കിയാൽ അറിയാം. നീ ഭവനത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ, ആരാ പറഞ്ഞത്? മർത്ത മറിയം ഫാമിലിയിൽ ഈശോ വിസിറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞൊരു ഡയലോഗാണ്, നീ ഭവനത്തിൽ. അതിൻ്റെ അർത്ഥം എന്താ? ആ ഭവനത്തിൽ ഈശോ ഇല്ലായിരുന്നു. യേശു സാന്നിധ്യം ഇല്ലാതിരുന്നിടത്ത് മരണം കടന്നു വരുന്നു. യേശു സാന്നിധ്യമുണ്ടെങ്കിൽ ജീവന്റെ സന്ദേശം അവിടെയുണ്ട് എന്ന് ഉച്ചൈസ്തരം പ്രഘോഷിക്കുന്ന മർത്ത മറിയം കുടുംബം. ജായ്റോസിന്റെ കഥ എന്താ? ജായ്റോസ് എന്താ ചെയ്തേ? അതിനൊരാളില്ലേ ബൈബിളിൽ? എന്താ ഉണ്ടായി? എനിക്ക് പരിചയമില്ല എന്ന് മോൻ പറഞ്ഞു. എനിക്ക് ആ പേര് പരിചയമില്ല, നിങ്ങൾക്ക് പരിചയണ്ട? എൻ്റെ മകള് മരണം മുന്നിൽ കണ്ടുകൊണ്ട് കിടക്കുകയാണ്, അതുകൊണ്ട് ഒന്ന് വീട്ടിലേക്ക് വരുമോ എന്ന് ക്ഷണിച്ച ജായ്റോസിനോട് ക്ഷണം ഈശോ സ്വീകരിച്ചോ? ക്ഷണം സ്വീകരിച്ചു. ക്ഷണം സ്വീകരിച്ചു.
ഇതൊന്നും ക്ഷണിക്കാതെ ഈശോ കയറി ചെന്ന, ഞാനൊരു അതിഥിയായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമുണ്ട് ബൈബിളിൽ. ആരാണ് ആള്? ആരാണടാ? സക്കേവൂസ്. എന്താണ്ടായേ? ഈശോ പോകുന്ന വഴിയെ ഈശോയെ കാണാനായിട്ട് തൻ്റെ പൊക്കം കുറവ് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിയ, നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു മനസ്സിലാക്കിയ എളുപ്പമുണ്ട്, മനസ്സിലാക്കിയ സക്കേവൂസ് സിക്കമോർ മരത്തിൻ്റെ മുകളിൽ കയറി താഴേക്ക് നോക്കിയിട്ട് ആരെ നോക്കിയിട്ടിരുന്നു? ഈശോയെ നോക്കിയിരുന്നു. കടന്നു പോകുന്ന വഴിക്ക് ഈശോ എവിടേക്ക് നോക്കി? നമ്മൾ സാധാരണ മുകളിലേക്കല്ലേ കർത്താവിനൊക്കെ ഉയർത്തുമ്പോൾ നമ്മൾ എവിടേക്കാണ് നോക്കാറ്? ഈശോയേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കാറുള്ളത് മുകളിലേക്കാണ്. പക്ഷെ താഴേക്ക് നോക്കി ഈശോയെ നോക്കിയിരുന്ന, തൻ്റെ കുറവ് മറന്നിട്ടൊന്നുമല്ല, നല്ല കുറവിൽ നിന്നിട്ട് തന്നെയാണ്, തല ഉയർത്താൻ പറ്റാത്ത രീതിയിൽ തന്നെയാണ് ആ മകൻ താഴേക്ക് നോക്കിക്കൊണ്ടിരുന്നത്. ഈശോയെ നോക്കിയവരെ ഈശോ കണ്ടിട്ടുണ്ട്. ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു. മുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, സക്കവൂസേടാ താഴേക്ക് വാ. കേട്ട മാത്രയിൽ ഇറങ്ങി വന്നു. ഇന്ന് എനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടി ഇരിക്കുന്നു. ക്ഷണിക്കാറുണ്ട് ഈശോയെ? അങ്ങനെ വന്ന് ഭക്ഷണമൊക്കെ സ്വീകരിക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് മുറുമുറുത്തു. ഇതെന്തിനാണ് ഇങ്ങനെ? ഈശോ അത് വകവച്ചില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്കുള്ളതെല്ലാം അതിൽ കൂട്ടിച്ചേർത്തു. വഞ്ചിച്ചപരൻ്റെ എടുത്തിട്ടുണ്ടെങ്കിൽ അതും കൂട്ടിയിട്ട് ഞാൻ കൊടുത്തുകൊള്ളാം. തിരിച്ചറിവിൻ്റെ കഥ യേശോയുടെ മുൻപിൽ ഏറ്റു പറഞ്ഞപ്പോൾ മാനസാന്തരപ്പെടുവിൻ, അവിടെ സമാധാനം ഉണ്ടാവുമെന്ന് ഈശോ വെറുതെ പറഞ്ഞതല്ല. സക്കവൂസിനോട് ഈശോ പറഞ്ഞത് എന്താണ്? ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ഒരു കാനായിലെ കല്യാണവേള ഉണ്ടായിരുന്നില്ലേ? ഈശോയുടെ സാന്നിധ്യമില്ലാതിരുന്ന സമയത്ത് അവർ തിരിച്ചറിയുകയാണ്, ഇവിടെ പല കണക്കുകൂട്ടലുകൾക്കും തെറ്റുപറ്റിയിട്ടുണ്ട്. ഈശോ വരുന്നു മാതാവുമായിട്ട്, മാതാവ് തിരിച്ചറിയുന്നു, ഈശോയോട് പറയുന്നു, പച്ചവെള്ളത്തെ നിറസാന്നിധ്യമാക്കി മാറ്റാൻ കെൽപ്പുള്ള ഈശോ. അതിനല്ലേ ഈശോയുടെ സാന്നിധ്യത്തിന് ശക്തിയുണ്ട് എന്ന് നമ്മൾ മറക്കരുത്. സ്നേഹമുള്ള എൻ്റെ മാതാപിതാക്കളെ, കൊച്ചുമക്കളെ, ഭിന്നതകൾ എവിടെ നിന്ന്, അസമാധാനം എവിടെ നിന്ന്, നമ്മൾ പകരേണ്ടത് എന്ത്? ദൈവം സ്ഥാപിച്ച കൂദാശയാണ് വിവാഹമെന്ന കൂദാശ. ഈ കൂദാശ ഏറ്റെടുത്ത് ഞാൻ സമാധാനത്തിൽ ജീവിച്ചുകൊള്ളാം, ഞാനായിരിക്കുന്ന കുടുംബം സമാധാനത്തിൽ ജീവിച്ചുകൊള്ളാം, ഈ വരും തലമുറയെ സമാധാനത്തിലാക്കിക്കൊള്ളാം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ രീതികൾ. സമാധാനം എന്ന് പറയുന്നത് ഉള്ളിൻ്റെ ഉള്ളിലെ, അവനവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ഒന്നാ. ഈ കഴിഞ്ഞ ദിവസങ്ങൾ, ഇന്നലെ ആരുടെ തിരുനാളായിരുന്നു ഘോഷിച്ച്? കേരള സഭയിലെ വിശുദ്ധ ആരുടെ പേരെന്തെന്നാ? എവുപ്രാസ്യമ്മയുടെ പ്രത്യേകത എന്താ? എവുപ്രാസ്യമ്മയുടെ പ്രത്യേകത എന്താ? പ്രാർത്ഥിക്കുന്ന അമ്മ. ഞാൻ മരിച്ചാലും മറക്കില്ല. നിങ്ങളൊരു നിയോഗം വെച്ചാൽ ഈ സക്രാരിക്ക് മുൻപിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ. അതിൻ്റെ മുന്നത്തെ ദിവസം ആരുടെ തിരുനാളായിരുന്നു? ജസ്റ്റ് 28-ാം തീയതി അഗസ്റ്റിൻ്റെ തിരുനാൾ. ആളാരാ? മോനിക്കയുടെ മകൻ. മോനിക്കാരാ? അമ്മ. ഇവരുടെ പ്രത്യേകത എന്താ? എൻ്റെ അമ്മയുടെ കണ്ണുനീരിൻ്റെ വിലയാണ് എൻ്റെ വിശുദ്ധമായ ജീവിതമെന്ന് ഉറക്കെ പരസ്യമായി പ്രഖ്യാപിച്ച ബിഷപ്പ് വേദപാരംഗതൻ 33 വയസ്സ് വരെയും 30-32 വയസ്സ് വരെയും താന്തോന്നിയായി ജീവിച്ച ജീവിതം. അമ്മ നിരന്തരമായ പ്രാർത്ഥനയ്ക്ക് ശേഷം വന്ന മകൻ്റെ മാനസാന്തരം. എൻ്റെ ഉള്ളിൽ വന്നൊരു ചോദ്യമുണ്ട്, ഇത്രയും പ്രാർത്ഥിക്കാനായിട്ട് ഈ മകൻ എന്തുകൊണ്ട് താൻ തോന്നിയായി? അങ്ങനൊരു ചോദ്യം എൻ്റെ ഉള്ളിൽ വന്നു. എവിടെ നിന്നാണ് ഈ താൻ തോന്നിത്തരാൻ? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ശാന്തൻ പ്ലസ് ശാന്ത = അതിശാന്തനെങ്കിൽ, മോനിക്ക ഇത്രയ്ക്കും വിശുദ്ധയാണെങ്കിൽ എന്തുകൊണ്ടൊരു ചരിത്രഭാഗം
അഗസ്റ്റിൻ എന്ന് പറയുന്ന പുണ്യവാളന്റെ ജീവിതത്തിൽ താന്തോന്നിത്തരവും ഒരു കൊച്ചിനെ രൂപീകരിക്കാൻ മാത്രമുള്ള അശ്ലീലതയും കടന്നു വന്നു എന്ന് വല്ലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? എവിടെന്ന്? അങ്ങനെ നോക്കണമെങ്കിൽ ആ അമ്മയുടെ അപ്പുറത്ത് വേറൊരു പകുതി ഭാഗമുണ്ട്. അനിയില്ലേ? ഉണ്ട്. ആ മകൻ്റെ താന്തോന്നിത്തരത്തിൻ്റെ ബാക്കിയാണ് പാഷാണ്ഡത പ്രചരിപ്പിച്ചിരുന്ന അപ്പൻ്റെ അതേ രീതി പിന്തുടരാൻ നോക്കിയ ഒരു മകൻ്റെ ജീവിതമാണ് അഗസ്റ്റിൻ്റെ ആദ്യ ഭാഗമെങ്കിൽ ഈ മോനിക്ക പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, ആദ്യത്തെ പ്രാർത്ഥന അപ്പൻ മാനസാന്തരപ്പെട്ട് മരിക്കണം. രണ്ടാമത്തെ പ്രാർത്ഥനയാണ് മകൻ്റെ മാനസാന്തരം. ഇത് നടന്നോ? സ്നേഹമുള്ളവരെ, ഞാൻ നേരത്തെ ശാന്തിയും അതിശാന്തിയും പറഞ്ഞപ്പോൾ കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം വിഘടിതമായതായിരിക്കും എപ്പോഴും ഒന്നിപ്പിക്കുകയുള്ളൂ. അതിൽ നിന്ന് ഒരു ശുദ്ധമായ വിശുദ്ധമായ തലമുറ വരണമെന്ന്. കാരണം ഒരു അശുദ്ധി നിറഞ്ഞ ജീവിതത്തിനോ ഒരു ശൗര്യം നിറഞ്ഞ ജീവിതത്തിനോ ഒരു മുന്നിലേക്ക് എടുത്തു ചാടുന്ന ജീവിതത്തിനോ പുറകിലേക്ക് വലിക്കാനോ പ്രാർത്ഥിച്ചൊരുക്കാനോ വിശുദ്ധിയിലേക്ക് നയിക്കാനോ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ വേണമെന്ന് ദൈവത്തിന് നല്ല അറിവുണ്ട്. ഇനി നിങ്ങൾ വിചാരിക്കരുത് എൻ്റെ കൂട്ടത്തിലുള്ള ആരെയാണ് നമ്മൾ പിടിച്ചു വലിക്കേണ്ടത്. ഇല്ല, അവരായിരിക്കുന്ന രീതിയിൽ ജീവിക്കാൻ അനുവദിച്ചാൽ മതി. നമ്മൾ രണ്ടു കൂട്ടരും നമ്മുടെ മക്കളും ഉൾപ്പെടുന്ന സമൂഹം വിശുദ്ധിയിലേക്ക് നടന്നെടുക്കും. അങ്ങനെ നടന്നെടുത്ത ഒരു കുടുംബത്തെ ഈ അടുത്ത കാലങ്ങളിലെ കത്തോലിക്ക സഭ അപ്പനെയും അമ്മയെയും മക്കളെയും ഒക്കെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൻ്റെ അമ്മയുടെയും പേരെന്താ? അപ്പനും അമ്മയും ഒരുമിച്ച് വിശുദ്ധരായവരുടെ പേര് അപ്പനെയും അമ്മയും കത്തോലിക്ക സഭ ഒന്നിച്ച് വിശുദ്ധ പദവിയിലേക്ക് കയറ്റിയിട്ടുണ്ട്. അവരുടെ പേര് മക്കളൊക്കെ വിശുദ്ധരാക്കിയത് കൊണ്ടാണ് ഇവരെ കത്തോലിക്ക സഭ വിശുദ്ധരാക്കിയത്. മാർട്ടിൻ ആൻഡ് അമ്മയുടെ പേരെന്തെന്നാ? ആരുടെ അമ്മയത്? ജസീന്തി അല്ല, കൊച്ചുത്രേസ്യയുടെ പൗളിൻ, കൊച്ചുത്രേസ്യ എന്നൊക്കെ തുടങ്ങുന്ന മക്കളുടെ അപ്പനും അമ്മയും മറ്റ് 2 പേരാണ് ഇപ്പോൾ വിശുദ്ധ പദവിയിലേക്ക് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാ മക്കളും വിശുദ്ധ പദവി പൂകിയത് കൊണ്ട് കത്തോലിക്ക സഭ ഇവരെ വിശുദ്ധ പദവിയിലേക്ക് കയറ്റിയിട്ടുണ്ട്. നമ്മുടെ മക്കളെ നമ്മളും നേരായ രീതിയിലേക്ക്, നമ്മളും സമാധാനത്തിൻ്റെ പാതയിലാണെങ്കിൽ ദൈവകൃപയുടെ വാഹകരാണ്. സഭയുടെ ഏറ്റവും ആകർഷകമായ മുഖം ഏതാണ് എന്ന് ഫ്രാൻസിസ് പാപ്പ നമ്മെ പഠിപ്പിക്കുന്നത് വിശുദ്ധി എന്നാണ്. ഞാനും നിങ്ങളും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാ. ഈശോയുടെ മുഖം കാണണമെങ്കിൽ ഒറ്റ തസ്തികയുള്ളൂ: വിശുദ്ധമായ ജീവിതത്തോടെ, വിശുദ്ധിയാർന്ന പ്രവർത്തനത്തോടെ വിശുദ്ധിക്ക് സാക്ഷ്യം വഹിക്കുക. കൈമാറ്റപ്പെടേണ്ടത് ദൈവകൃപ, അനുഭവിക്കേണ്ടത് സമാധാനം. അതിന് എൻ്റെ ജീവിതമോ പ്രവർത്തനമോ എന്താണ് പാപം? എന്താണ് പാപം അല്ലെങ്കിൽ പാപി? എന്താണ് പാപം എന്താണ്? ചെയ്യേണ്ടത് അതൊക്കെയാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. പാത മാറി ചലിക്കുന്നുണ്ടെങ്കിൽ ആ പാത മനസാക്ഷിക്ക് നിരക്കാത്ത പാതയാണെങ്കിൽ, അതാണ് മനസ്സിലാക്കാൻ എളുപ്പമുള്ളത്, അത് അശുദ്ധിയുടെ പാതയാണ്. സ്നേഹമുള്ളവരെ, ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കാം നമ്മുടെ ജീവിതങ്ങളിലേക്ക്. ഞാൻ നടക്കേണ്ട പാത, ഇന്നിൻ്റെ കാലഘട്ടം സേഫ് അല്ല എന്ന് കുടുംബങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന തെറ്റ് തലമുറകളുടെ തെറ്റാകാതിരിക്കാൻ, നമ്മുടെ വഴിവിട്ട രീതികൾ തലമുറയ്ക്ക് ഭാരമാകാതിരിക്കാൻ ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തിരുത്താൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വന്തം ജീവിതത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. മാറ്റാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സമാധാനം സ്ഥാപിക്കപ്പെടാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ
നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. അവിടെ നിന്ന് ആരംഭിക്കട്ടെ. എൻ്റെ വീട്ടിലെല്ലാവരും മാറിയിട്ട് ഞാൻ മാറും എന്ന് വിചാരിക്കരുത്. ഞാൻ മാറിയാൽ ഓട്ടോമാറ്റിക്കലി എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ മാറ്റം സംഭവിക്കും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ദൈവം കൃപ ചൊരിയണമെങ്കിൽ മനസ്താപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും മനസ്സലിവിൻ്റെയും ഒരു സുവിശേഷം എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബ ജീവിതത്തിലും ഞാനായിരിക്കുന്ന സമൂഹത്തിലും കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഈ മനസ്താപം നിറഞ്ഞ മനസ്സോടെ എന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ ഈ ആരാധനാ സമയം നമുക്ക് ഉപയോഗപ്പെടുത്താം. മറ്റുള്ളവരെ മാറ്റാനല്ല, സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ സുവിശേഷം എന്നിൽ അനുഭവിക്കാൻ, അത് ഇന്ന് അനുഭവിക്കാൻ, ഈ ഒരു രാത്രി അനുഭവിക്കാൻ ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, ഒരിക്കൽ ജയിച്ചാൽ മതി, ഒറ്റ പ്രാവശ്യം ജയിച്ചാൽ മതി. പരീക്ഷയിൽ ഒരു പ്രാവശ്യം നല്ല മാർക്ക് വാങ്ങിയാൽ മതി, പിന്നെ നമ്മൾ ഉത്സാഹിച്ചോളും. കഴിഞ്ഞ ദിവസം ഒരുത്തൻ എന്നോട് പറഞ്ഞു, ആൻറ്റി സിസ്റ്റർ ആൻറ്റിയെ എനിക്ക് ഇത്ര മാർക്ക് കിട്ടി. ഞാൻ ചോദിച്ചു, സ്കൂൾ മാറണ? ഇനി വേണ്ട വേണ്ട വേണ്ട, ഞാൻ തുടർന്ന് പഠിച്ചോളാം, എനിക്ക് പറ്റും. ഇത് മനുഷ്യവിശ്വാസമാണ്. നമ്മൾ ഒരിക്കൽ ജയിച്ചാൽ മതി ഒരു തെറ്റിൽ നിന്ന്, ഒരിക്കലൊന്ന് മാറി നടന്നാൽ മതി ഒരു നല്ല പാതയിലേക്ക്, ഒരിക്കലൊരു നല്ല തീരുമാനം എടുത്താൽ മതി ഒരു സ്വഭാവത്തെ മാറ്റാൻ. അതിലൂടെ അനുഭവിക്കുന്നത് സമാധാനം, അതിലൂടെ പങ്കുവെക്കുന്നത് സ്നേഹം, ഇതനുഭവിക്കുന്നത് മക്കൾ, ഇതനുഭവിക്കുന്നത് കൂടെയുള്ളവർ, അതിലൂടെ വളരുന്നത് സമൂഹം, അതിലൂടെ നന്മയിലേക്ക് നയിക്കുന്നത് ലോകം. അതിനിടവരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എവിടെയാണ് മനസ്താപത്തിൻ്റെ, എവിടെയാണ് സമാധാനത്തിൻ്റെ കാറ്റ് എന്നിൽ വീശേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ടും ആലോചന നടത്തിക്കൊണ്ടും നമ്മിലേക്ക് തന്നെ നമുക്ക് തിരിയാം. പ്രാർത്ഥനയോടെ ഈ വരുന്ന ആരാധന ശുശ്രൂഷയിൽ നമുക്ക് പങ്കെടുക്കാം. മനസമാധാനത്തിൻ്റെ സുവിശേഷം, സ്നേഹത്തിൻ്റെ സുവിശേഷം, സമാധാനത്തിൻ്റെ ഐക്യത്തിൻ്റെ അടയാളം നമ്മുടെ കുടുംബങ്ങളിൽ, ജീവിതങ്ങളിൽ ഉണ്ടാകാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മനസ്സുകളെ സ്വസ്ഥമായി നമുക്കായിരിക്കാം. ഈശോ മിശിഹായിക്ക് ഇപ്പോഴെപ്പോഴും ഒന്ന് പരസ്പര സ്തുതി കൊടുത്തേ, സമാധാനം കൊടുത്തേ. സമാധാനം കൊടുക്കുമ്പോഴേ എൻ്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ ഞാൻ എന്താണ് ആദ്യം ചെയ്യേണ്ടത് എന്ന് തൊട്ടടുത്തിരിക്കുന്ന, ഞാൻ ചോദിക്കില്ല, നിങ്ങൾ പേടിക്കേ വേണ്ട, തൊട്ടടുത്തിരിക്കുന്ന ആളോടൊന്ന് പങ്കുവയ്ക്കുക. കാരണം നമ്മൾ പങ്കുവയ്ക്കും തോറും നമ്മൾ അത് വളരും. അപ്പം അതുകൊണ്ട് തന്നെ തൊട്ടടുത്തിരിക്കുന്ന ചേട്ടനോടോ ചേച്ചിയോടോ എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ സമാധാനം വരണമെങ്കിൽ വളരേണ്ടത് ആദ്യം എന്നിൽ നിന്ന്. മറ്റുള്ളവരെ നോക്കുന്നൊരു ചരിത്രവും രീതിയൊക്കെയാണ് നമുക്ക് കൂടുതലുള്ളത്. കുറവ് നമ്മൾ പെട്ടെന്ന് കാണും, നന്മ നമ്മൾ കാണാൻ കുറച്ച് സമയമെടുക്കും. അപ്പം അതുകൊണ്ട് ആദ്യം ഇത് എന്നിൽ നിന്ന് ആരംഭിക്കട്ടെ. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിതത്തിൽ സമാധാനം വേണമെങ്കിൽ ഞാൻ ആദ്യമായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് തൊട്ടടുത്തിരിക്കുന്ന ചേച്ചിയോടൊന്ന് പറയാവോ? തൊട്ടടുത്തിരിക്കുന്ന ചേട്ടനോടോ സാറിനോടോ മക്കളോടോ ഒക്കെ ഒന്ന് പറയാവോ? ഒരൊറ്റ സെക്കൻഡ്. എന്നിട്ട് പറയണം, സമാധാനം നമ്മോടുകൂടെ. നമ്മൾ പറയില്ല, പ്രാവർത്തികമാക്കുന്ന സമാധാനമാണ് നമ്മുടെ സമാധാനമായിട്ട് വരുന്നത്. എന്നെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ഒന്ന് ചിന്തിക്കുക, മനസ്സിലാക്കുക, കണ്ടറിയുക, നോക്കിക്കാണുക. ഇതാ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിലേക്കൊന്ന് നോക്കിയേ, എന്നിട്ട് എന്നിലെ സമാധാനവും സന്തോഷവും സ്നേഹവും ഇനിയിപ്പോൾ അനുഭവിക്കുന്നതിന് ഇരട്ടിയാക്കണമെങ്കിൽ എന്താണ് ഞാൻ എന്നിൽ വീണ്ടും ചെയ്യേണ്ടത്? ഒന്ന് തൊട്ടടുത്തിരിക്കുന്ന ആളോടൊന്ന് പങ്കുവെക്കുക. എന്നിട്ട് നമ്മൾ ആരാധനയിലേക്ക് കയറും. കേൾവിക്കാരാകരുത്, നമ്മൾ ജീവിക്കുന്നവർ ആകണം. കേൾവിക്കാരാകരുത്. ഓരോ സെക്കൻഡും കടന്നു പോകുന്ന ഈ സമയം നമ്മുടെ ജീവിതവും കൊണ്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതം. ഇതിൽ ഒരു സെക്കൻഡെങ്കിലും നന്മയായിട്ടും സന്തോഷമായിട്ടും സമാധാനമായിട്ടും നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദൈവത്തിന് ഓരോ സെക്കൻഡും നമുക്ക് നന്ദി പറയണം. അതുകൊണ്ട് ഒന്ന് തൊട്ടടുത്തിരിക്കുന്ന ആളോട് പറയാം, എന്നിൽ സമാധാനം വരണമെങ്കിൽ ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതും പങ്കുവെച്ചാൽ കുഴപ്പമൊന്നുമില്ല. മക്കളെ, നിങ്ങളൊന്ന് പരസ്പരം ഇരിക്കുന്നവരോടൊന്ന് പങ്കുവെക്കുക. അതിനുശേഷം നമ്മൾ ആരാധനയിലേക്ക് പോവുകയാണ്. ഒന്ന് മുഖത്തോട് മുഖം നോക്കുക, തൊട്ടടുത്തിരിക്കുന്ന ആളുകളെയൊക്കെ ഒന്ന് കാണുക. ആരൊക്കെ എൻ്റെ അടുത്തിരിക്കണേ? ഈ വചനം കേൾക്കുന്നത് ആരൊക്കെയാണ്? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നല്ലൊരു സന്തോഷമാർന്ന മുഖത്തോടുകൂടി സമാധാനം ഒന്ന് പങ്കുവെച്ച്
അങ്ങോട്ടും ഇങ്ങോട്ടും സ്തുതി ചൊല്ലിയേ. ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവകൃപയുടെ വാഹകരാകട്ടെ. എന്നെ തൊടുന്നവരും എന്നെ കാണുന്നവരും എന്നിലേക്ക് വരുന്നവരും ദൈവത്തിൻ്റെ കൃപ, സമാധാനം അനുഭവിക്കട്ടെ. ഈശോയുടെ സമാധാനം നമ്മോടുകൂടെ. ആമേൻ.